ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ശുശ്രൂഷ നടത്താൻ പോകുന്നത്, നമ്മൾ കുരിശിൻ്റെ വിടുതൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിച്ച് സ്വന്തമാക്കാൻ പോവുകയാണ്. ദൈവമക്കൾ കൂടി വരുമ്പോൾ 3 കാര്യങ്ങൾ ചെയ്യും. 1, ദൈവം നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം ഓർക്കും. 2, വിശ്വസിക്കും. 3, ഉദ്ഘോഷിക്കും. അപ്പോൾ അതാണ് ദൈവമക്കൾ ഒരുമിച്ച് വരുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കേട്ടുകൊണ്ടിരുന്ന വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സദൂക്കായരുടെയും ഫരിസേയരുടെയും പ്രബോധനമാകുന്ന പുളിമാവിനെ സൂക്ഷിച്ചോണം. അപ്പോൾ അത് പുളിമാവാണ്. അപ്പോൾ അത് പിതാക്കന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അത് പുളിമാവെന്ന് പറഞ്ഞാൽ അത് ഒരു ഒട്ടും കേൾക്കാൻ പോരുതെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അത് ചെറുതല്ലേ, ദൈവോധനമല്ലേ, കുറച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സഭയുടെ പ്രബോധനം അല്ലാതെ വേറൊന്നും കേൾക്കാൻ പോകരുത്. അപ്പോൾ പിതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് പുളിമാവാണ്. അപ്പോൾ ഈ പുളിമാവ് കുറച്ചേ ഉള്ളെങ്കിലും അതിങ്ങനെ മുഴുവൻ മാവിനെയും പുളിപ്പിക്കും. അപ്പോൾ എന്നിട്ട് മുഴുവൻ മാവിൽ ഈ പുളിപ്പുണ്ടാവും. അപ്പോൾ ഇത് അല്പമേ നമ്മൾ കേട്ടുള്ളൂവെങ്കിലും അത് നമ്മുടെ മുഴുവൻ ചിന്തകളെയും സ്വാധീനിക്കും എന്നാണ് പിതാക്കന്മാർ ആ കത്തേനായിൽ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞത്. പിതാക്കന്മാർ പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒത്തുതീർപ്പില്ല. പിതാക്കന്മാരൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് അച്ചട്ടായിട്ട് നമ്മൾ പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് പിതാക്കന്മാർ പറഞ്ഞു തരികയാണ് വേറെ. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന പാഷണ്ഡതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സഭാപിതാവ് പറയുകയാണ്, അപ്പോൾ അതൊക്കെ നമ്മൾ അതിനോടൊക്കെ സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഒന്നും നമ്മൾ ഉഴപ്പി വിടാൻ പാടില്ലെന്ന്. അതിനോടൊക്കെ സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ പാഷണ്ഡതകൾക്കെതിരെ. ഇപ്പം ഇന്ന് ഇതുപോലെ ഇഷ്ടം പോലെ പാഷണ്ഡതകളാണ്, ഇഷ്ടം പോലെ പാഷണ്ഡതകൾ. അതിങ്ങനെ യൂട്യൂബിലൂടെ എല്ലാം വരും, ഒന്നും കേൾക്കാൻ പോകരുത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ പറയുന്നു, കർത്താവ് കട്ടിലെ കിടന്ന് മരിച്ചാൽ നിങ്ങൾ കട്ടിലെടുത്ത് കഴുത്തെ തൂക്കുമോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? കർത്താവ് കട്ടിലെ കിടന്ന്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നെന്നറിയില്ല ഈ ആർഗ്യുമെൻറ്റ്. കർത്താവ് കട്ടിലെ കിടന്ന് മരിച്ചാൽ നിങ്ങൾ കട്ടിലെടുത്ത് കഴുത്തയിടുമോ? അത് നിങ്ങൾ എന്നാ ചെയ്യുന്നു? കട്ടിലെടുത്ത് നിങ്ങൾ കഴുത്തയിട്ടുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ വരികയെന്ന് വെച്ചാൽ ഒരു കട്ടിലെടുത്ത് കഴുത്തയിട്ടിട്ട് കേൾക്കുമ്പോൾ നല്ല ആർഗ്യുമെൻ്റാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സാത്താൻ്റെ ആർഗ്യുമെൻറ്റുകൾ ഇങ്ങനെയാണ്. അത് കേൾക്കുമ്പോൾ നല്ല ആർഗ്യുമെൻ്റാണ്, ശരിയില്ല, ശരിയാണല്ലോ. തോക്കും കൊണ്ട് വെടിവെച്ചാണ് കൊന്നിരുന്നെങ്കിൽ തോക്കെടുത്ത് കഴുത്തെ തൂക്കുമോ? തോക്കെടുത്ത് പള്ളിയുടെ മേളിൽ വലിയൊരു തോക്കുണ്ടാക്കി വെക്കുമോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവ് ഈശോ മിശിഹ വെടിവെച്ച് കൊല്ലപ്പെടും, കർത്താവ് ഈശോ മിശിഹ കട്ടിലേ കിടന്ന് വയസ്സായി മരിക്കും എന്നതൊന്നും അല്ല ദൈവ പദ്ധതി. കർത്താവ് അനാദി മുതലേ പദ്ധതി ഇട്ടതാണ് യേശുവിൻ്റെ കുരിശുമരണം. അനാദി മുതലേ പദ്ധതി ഇട്ടതാണ് യേശുവിൻ്റെ കുരിശുമരണം. അപ്പം ഈശോ മിശിഹ കട്ടിലേ കിടന്നല്ല മരിക്കുന്നത്, ഈശോ മിശിഹ വെടികൊണ്ടല്ല മരിക്കുന്നത്, ഈശോയെ കഴുത്ത് വെട്ടിയല്ല കൊല്ലുന്നത് എന്നതൊക്കെ ഈശോ മിശിഹ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അനാദിയിലെ തീരുമാനിച്ചിട്ടുണ്ട്. അവൻ മരിക്കുന്നത് ഒരു കഴുമരത്തിലാണ്. അപ്പം ഈ കുരിശ് അനാദി മുതലേ ദൈവം തിരുവഴുത്തിലൂടെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കുരിശിനെ. അപ്പം അതാണ് നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി നമ്മൾ ആ വഴിക്ക് പോവാണ്. വിശ്വാസം, സത്യവിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒന്നാമതായിട്ട് ഈ കുരിശ് പെട്ടെന്ന്, കുരിശ് മരണം പെട്ടെന്ന് കർത്താവ് എന്നാൽ പിന്നെ എങ്ങനെ മരിക്കും, എന്നാൽ പിന്നെ കുരിശയിലങ്ങ് മരിച്ചാലോ, അങ്ങനെ തീരുമാനിച്ചല്ല. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തിരുവഴുത്തുകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈശോ മിശിഹ അവൻ ജെറുസലേമിലേക്ക് പോകുമ്പോൾ പറയുമ്പോൾ മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ, ഇത് കേൾക്കുന്നുണ്ടോ? മനുഷ്യപുത്രൻ പെട്ടെന്ന് ഇന്ന് രാവിലെ ഉണ്ടായ ഒരു ബോധോദയത്തിൽ അങ്ങനെയാണോ പറഞ്ഞേ? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ പരിസേരും നിയമജ്ഞനും അവനെ പിടിക്കും, അവനെ പീഡിപ്പിക്കും, അവൻ കുരിശിൽ മരിക്കും, അവൻ ഉയർത്തെഴുന്നേക്കും. അപ്പം ഈ ചോദ്യം ചോദിക്കുന്ന സകലമാന നല്ലവരായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്: നിങ്ങൾക്ക് രക്ഷാകര പദ്ധതിയെക്കുറിച്ചോ തിരുവഴുത്തിനെ കുറിച്ചോ ഉള്ള അറിവില്ലായ്മയാണ് നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് പുറത്തു വരുന്നത്. കർത്താവ് കട്ടിലെ കിടന്ന് മരിക്കില്ല, കർത്താവിനെ വെടിവെച്ച് കൊല്ലില്ല. അത് തിരുവഴുത്ത് ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, മനസ്സിലായി? അപ്പോൾ ചോദ്യം തന്നെ അസാധുവാണ്. ഇപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ അപ്പൻ കുരങ്ങനായിരുന്നെങ്കിൽ കുരങ്ങനെ അപ്പനെന്ന് വിളിക്കുമോ? പഴയ മറ്റേ ലോജിക്കാണ്.
ഏതാണ്? നിങ്ങളുടെ അപ്പൻ കുരങ്ങനായിരുന്നെങ്കിൽ കുരങ്ങനെ അപ്പനെന്ന് വിളിക്കുമോ? എന്നാ പറയും? നിങ്ങളുടെ അപ്പൻ കുരങ്ങനാണെങ്കിൽ കുരങ്ങനെ അപ്പനെന്ന് വിളിക്കുമോ? പറ, വിളിക്കുമോ? അതായത് ആ ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം അപ്പൻ കുരങ്ങനല്ല. മനസ്സിലാവുന്നില്ലേ? അപ്പൻ കുരങ്ങനല്ല. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നിങ്ങളുടെ അപ്പൻ, ഈ ചോദ്യം, കർത്താവ് കട്ടിലെ കിടന്നാണ് മരിച്ചതെങ്കിൽ നിങ്ങൾ കട്ടിലെടുത്ത് കഴുത്തിടുവോ? അയ്യ, അത് അങ്ങനെ ചോദിക്കുന്നത് എന്താ? അങ്ങനെ ചോദിക്കാം. അങ്ങനാണെങ്കിൽ ഇത് അതുപോലൊരു ബോഷ്കാണ് ഈ ചോദ്യം. തിരുവെഴുത്ത് പ്രകാരം കർത്താവ് ഈശോ മിശിഹ കുരിശിലേറി മരിക്കും, അവൻ ഉയർത്തപ്പെടും. മനസ്സിലായോ? ഉയർത്തപ്പെടും. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും അപ്പൊ അവന്റെ മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉയർത്തി നിർത്തും, അവനെ കഴിവിലേറ്റ് നിർത്തും. എന്നിട്ട് ഇതിന്റെ സൂചന പഴയ നിയമം മുഴുവൻ കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചില സൂചനകൾ ചൂണ്ടിക്കാണിക്കും. ഒന്ന്, വാഗ്ദാന പേടകം. ഇസ്രായേൽക്കാര് പാളയം അടിച്ചിരുന്ന അതിൻ്റെ ചിത്രം ഞാൻ ഒരിക്കൽ ഇവിടെ കാണിച്ചതാണ് സ്ക്രീനിൽ. ഇസ്രായേൽക്കാർ പാളയം അടിച്ചിരുന്ന ആ പാളയത്തിൻ്റെ ചിത്രം കണ്ടാൽ ആ പാളയം ഇങ്ങോട്ട് നോക്കി. ഇത് സമാഗമ കൂടാരമാണെന്ന് വിചാരിച്ചു. ഇത് സമാഗമ കൂടാരമാണെങ്കിൽ അങ്ങോട്ട് 3 ഗോത്രങ്ങൾ, ഇങ്ങോട്ട് 3 ഗോത്രങ്ങൾ, ഇങ്ങോട്ട് 3 ഗോത്രങ്ങൾ, ഇങ്ങോട്ട് 3 ഗോത്രങ്ങൾ. മനസ്സിലായോ? 12 ഗോത്രങ്ങൾ പാളയം അടിക്കുന്നത് ഇത് സമാഗമ കൂടാരമാണ്. അപ്പൊ ഇങ്ങോട്ട് 3 ഗോത്രങ്ങൾ, ഇങ്ങോട്ട് 3 ഗോത്രങ്ങൾ, ഇങ്ങോട്ട് 3 ഗോത്രങ്ങൾ. ഞാൻ ഉദാഹരണം പറയാണ്. ഇങ്ങോട്ട് 3 ഗോത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആകൃതി എന്താണ്? കുരിശാകൃതിയാണ്. ദൈവജനത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകൃതി കുരിശിൻ്റെ ആകൃതിയിലാണ്. അതങ്ങനെയാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. ഇനി മുമ്പ് നമ്മളിതെല്ലാം വചനം പഠിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഈ വിഷയത്തിൻ്റെ ഗൗരവം പ്രമാണിച്ച് ഒന്നുകൂടെ പറയുകയാണ്. ഈ ഒരു ദഹനബലിക്കുള്ള പ്രാവിനെ കീറുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് വേർപെടുത്തില്ല. അതിനെ ഇങ്ങനെ കീറി നിർത്തുന്ന സമയത്ത് ഒരാൾ കുരിശേ കിടക്കുന്ന ആകൃതിയിലാണ് ആ ദഹനബലിക്കുള്ള പ്രാവ്, അതിൻ്റെ ആകൃതി. ഇനി അത് മാത്രമല്ല, ഇസ്രായേൽക്കാരുടെ പാളയത്തിൽ മോശ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്തി. ആ പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്തി അതിനെ നോക്കിയവർ രക്ഷ പ്രാപിച്ചു. ഇത് കുരിശിൻ്റെ ഒരു നിഴലാണ്, കുരിശിൻ്റെ ഒരു ആദിരൂപമാണ്. മറ്റൊന്ന്, ഈ പെസഹാ തിരുനാളിന് ആടിനെ, ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്, പെസഹാ തിരുനാളിന് ആടിനെ റോസ്റ്റ് ചെയ്യും. അതെല്ലാം ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ വെച്ച് 10,000 ലക്ഷക്കണക്കിന് ആടുകളെ കൊന്നിട്ട് ഓരോ ആടിനെ വീതം ഓരോ കുടുംബത്തിന് കൊടുത്തു വിടും. അപ്പോൾ ആദ്യം ആടിൻ്റെ കഴുത്തറുത്ത് അതിൻ്റെ രക്തം പാത്രത്തിലെടുത്ത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചിട്ട് ഈ ആടിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി, ചുട്ടെടുക്കാൻ വേണ്ടി എന്നാ ചെയ്യുന്നത് വെച്ചാൽ, ഒരു പുരോഹിതൻ ആദ്യം നെടുകെ ഒരു കമ്പി ആടിൻ്റെ മധ്യഭാഗത്തൂടെ കുത്തിയിറക്കും, കുറുകെ ഒരു കമ്പി കുത്തിയിറക്കും. എന്നിട്ടാണ് ഇതിനെ റോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളതിൻ്റെ ഇതെല്ലാം ഗൂഗിളിൽ ഇതിൻ്റെ ചിത്രങ്ങൾ കിട്ടും. ഈ പെസഹായ്ക്ക് ആടിനെ റോസ്റ്റ് ചെയ്യുന്ന അത് ശരിക്കും കണ്ടാൽ ഒരു ആടിനെ കുരിശേൽ തറച്ച് കിട്ടിരിക്കുന്നത് പോലെ ഒരു ചിത്രമാണ്. പെസഹാ ബലിയുടെ കുഞ്ഞാട്. ഇപ്പോൾ കർത്താവ് ഈശോ മിശിഹ പഴയ നിയമത്തിൽ പലതരത്തിൽ, ഇനി ഇതുപോലെ തന്നെ ഈ ഇതുണ്ട്, എന്താണ്, ഇസ്രായേൽക്കാർ ഈ വേവ് ഓഫറിങ്, ഹീവ് ഓഫറിങ് ഇങ്ങനെ പറഞ്ഞിട്ട് പുരോഹിതൻ ബലി അർപ്പിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ചെയ്യും. ഈ കയ്യിൽ ബലിവസ്തു, ഇപ്പം ധാന്യം എടുത്തിട്ട് അല്ലെ മാവ് എടുത്തിട്ട് ആദ്യം ഇങ്ങനെ പൊക്കും, എന്നിട്ട് ഇങ്ങനെ താക്കും, എന്നിട്ട് ഇങ്ങനെ, എന്താ ആകൃതി പറ? കുരിശ്. അപ്പം ഇങ്ങനെ ഇഷ്ടം പോലെ സൂചനകൾ. അതുപോലെ തന്നെ 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന 4-ാമത്തെ വാക്യം, അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും. ഊന്നുവടി നീളമുള്ളത്, ദണ്ടെന്ന് പറഞ്ഞാൽ ഇത് വടി ഇതിങ്ങനെ ചെതറിപ്പോകുന്ന സമയത്ത് അതിനിങ്ങനെ ഇങ്ങോട്ട് പിടിക്കുന്നതാണ് ഇങ്ങനെ. അത് ചെറിയ വടി. ഊന്നുവടിയും ദണ്ടും കണ്ടോ? കുരിശായ കണ്ടോ? ഇങ്ങനെ ആയിരക്കണക്കിന് സൂചനകളുണ്ട്, ആയിരക്കണക്കിന്. അതായത് പഴയ നിയമം മുഴുവൻ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഒന്നാമത്തെ കാര്യം, ഈ കുരിശെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. കർത്താവ് ഈശോ മിശിഹ തൻ്റെ ബലിക്ക് ബലിപീഠമായി ഈ കുരിശ് നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് കുരിശെന്ന് പറഞ്ഞാൽ അല്ലാതെ കാട്ടിലെ കടന്ന് മരിച്ചു, വെടികൊണ്ട് മരിച്ചു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർ എന്ത് ലാഘവ ബുദ്ധിയോടാണ് യേശുവിൻ്റെ ബലിയെ സമീപിക്കുന്നത്?
എല്ലാവരുടെയും അപ്പനായ ആ ദൈവത്തിൻ്റെ ബലിയെ പറയുന്നത് എങ്ങനെയാണ്? അപ്പം എന്തുമാത്രം ഗൗരവം അവർ ദൈവിക കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ എന്തുമാത്രം സീരിയസ്നെസ് കൊടുത്തിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ദൈവപുത്രനെ പ്രസവിക്കാൻ ഈ ഭൂമുഖത്ത് ഏറ്റവും യോഗ്യെന്ന് ദൈവം കണ്ടൊരു സ്ത്രീയെ വിളിക്കുന്നത് വേശ്യയാണ്. അപ്പം എന്ത് മതമാണിത്? അപ്പം എന്ത് വിശ്വാസമാണിത്? ദൈവിക കാര്യങ്ങളെ ഇത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? ഒന്നും ചെയ്യണ്ട, ഈ പരിശുദ്ധ അമ്മ ഒരു അത്ഭുതവും പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കണ്ട. പക്ഷേ ദൈവപുത്രൻ കർത്താവ് ഈശോ മിശിഹ ജഡാവതാരം ചെയ്ത് മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിൽ പിറന്നു വീഴാൻ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി മനുഷ്യരിൽ ദൈവം ഏറ്റവും യോഗ്യ എന്ന് കണ്ടെത്തിയ ഒരു സ്ത്രീയെ വിളിക്കുകയാണ് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കണം. അതായത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവമാണോ പിശാചാണോ? അതാ എനിക്കറിയണ്ടേ. അതിൻ്റെ പിന്നിൽ ദൈവമല്ല, പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവാണെങ്കിൽ അങ്ങനെ പറയുമോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു സ്ത്രീയെ അങ്ങനെ പറയിപ്പിക്കുവോ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് ഈ കുരിശെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പരിപാവനമായി രക്ഷയുടെ അടയാളമായി ദൈവം അനാദിയിലെ നിശ്ചയിച്ചതാണ്. ഇതാണ് ഒന്നാമത്തേത്. ഒന്ന്, പെട്ടെന്നൊരു വേള എന്നാൽ ഒന്ന് മരിച്ചു കളയാം, എന്നാൽ കട്ടിലെ കിടന്ന് മരിച്ചു കളയാം, അങ്ങനെ തീരുമാനിച്ചല്ല. കുരിശെന്ന് പറയുന്നത് അനാദിയിലെ ദൈവം തീരുമാനിച്ചതാണ്. അനാദിയിലെ. ഞാൻ ഈശോയുടെ ബാല്യകാലത്തേക്ക് സൂചിപ്പിക്കുന്ന ഒരു നോവൽ പണ്ടാണ് പഠിക്കുന്ന കാലത്ത് വായിച്ചാണ്. അപ്പോൾ അന്ന് വായിക്കുമ്പോൾ അതിനകത്ത് മനോഹരമായൊരു രംഗമുണ്ട്. അതായത് കർത്താവ് ഈശോ മിശിഹ ഇങ്ങനെ ഒരു അമ്മച്ചി ഒരു തുണി, പരിശുദ്ധ അമ്മ ഒരു തുണി ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അതിങ്ങനെ ഉണങ്ങാൻ, ഒരു സാരി പോലൊരു തുണി ഉണങ്ങാനിട്ടിരിക്കുന്നു വെച്ചോ. ഈശോ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ്. നല്ല വെയിലുള്ള സമയം. ഈശോ അപ്പുറത്ത് ഇങ്ങനെ കൈ വിരിച്ച് നിൽക്കുകയാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന അമ്മ കാണുന്നത് കുരിശ്. അമ്മയ്ക്ക് ജ്ഞാനം നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അമ്മ അത് കണ്ട് നടുങ്ങുകയാണ്. ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുന്ന അവൻ്റെ നിഴലിന് കുരിശാകൃതി. അപ്പോൾ കാൽവരിയിൽ അവനിങ്ങനെ കുരിശി തൂങ്ങിക്കിടക്കുന്നത് അമ്മ ഓർക്കുകയാണ്. ഭാവി സംഭവിക്കാൻ പോകുന്നതിൻ്റെ എന്തോ ഒരു വിദൂര സൂചന അമ്മയ്ക്ക് കിട്ടുകയാണ്. അതൊരു നോവലിലെ ഇതിവൃത്തം, അങ്ങനെ കണ്ടാൽ മതി. പക്ഷെ എന്നാൽ പോലും അത് പെട്ടെന്നുണ്ടായൊരു കാര്യമല്ലെന്ന് ഈ കുരിശെന്നൊക്കെ പറയുന്നത്. വേഗം പെട്ടെന്ന് അങ്ങ് എന്നാൽ പിന്നെ ഇപ്പം കുരിശ് അങ്ങനെ തീരുമാനിച്ചല്ലിത്. ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈശോ മിശിഹ ഈ കുരിശ് മരണം ബോധപൂർവം തിരഞ്ഞെടുത്തതാണ്. ബോധപൂർവം. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ നാഗമ്പടം കൺവെൻഷന് യേശുവിൻ്റെ കുരിശ് മരണത്തെക്കുറിച്ച് പറഞ്ഞ ടോക്ക് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പോൾ വിശദമായിട്ട് പറയാൻ സമയമില്ല. ഈശോ ബോധപൂർവമാണ് അതിൻ്റെ സമയം, അതിൻ്റെ രീതി, എന്ന് കൊല്ലപ്പെടണം, എങ്ങനെ കൊല്ലപ്പെടണം, ഇതെല്ലാം ഈശോ തന്നെയാണ് പ്ലാൻ ചെയ്തത്. ഒറ്റ ഉദാഹരണം വേണേൽ പറയാം. അതായത് ഓശാന ഞായറാഴ്ച ഗലീലയിൽ നിന്ന്, യൂദയായിൽ നിന്ന്, സമറിയായിൽ നിന്ന്, ലോകത്തിൻ്റെ സകല അതിർത്തികളിൽ നിന്ന് എത്തിയ യഹൂദന്മാർ യേശുവിനെ രാജാവായിട്ട് ഹോസാനോ ഹോസാനോ ഹോസാനോ, വിപ്ലവ ധ്വനികളാണത്. എന്ന് പറഞ്ഞാൽ നീ രാജാവാണ്, ഞങ്ങളെ രക്ഷിക്കാൻ വേഗം വരണേ, ഞങ്ങളെ സേവസ് ഓ ലോർഡ് സേവസ് എന്നാ വിളിക്കുന്നത്. രക്ഷിക്കൂ 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 എന്ന് പറഞ്ഞ് വിളിച്ച് യേശു ഇങ്ങനെ ജേതാവായി ഒരു കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെന്താ വിചാരിച്ചെന്നറിയാം? അവർ വിചാരിച്ചത് ഈ വഴി ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ഇടത്തോട്ട് തിരിഞ്ഞാൽ ജെറുസലേം ദേവാലയം, വലത്തോട്ട് തിരിഞ്ഞാൽ പൊന്തിയോസ് പീലാത്തോസിൻ്റെ ക്യാമ്പ്, വലത്തോട്ട് തിരിഞ്ഞാൽ പൊന്തിയോസ് പീലാത്തോസിൻ്റെ ക്യാമ്പ്, ഇടത്തോട്ട് തിരിഞ്ഞാൽ ജെറുസലേം ദേവാലയം. അപ്പോൾ ഇങ്ങനെ മല ഇറങ്ങി വരികയാണ് ഇവർ. ഒലിവുമലയുടെ ആ ചെരിവിറങ്ങി താഴേക്ക് വരികയാണ്. താഴേക്ക് വരുമ്പോൾ ഇവർ വിചാരിച്ചത് ഈ വിപ്ലവ നേതാവ് ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് റോമൻ പട്ടാളത്തിൻ്റെ ക്യാമ്പിലേക്ക് ചെന്നിട്ട് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കഴുത്ത് വെട്ടിയിട്ട് പട്ടാളക്കാരെല്ലാം അടിച്ച് നാമാവശേഷമാക്കിയിട്ട് ഇസ്രായേലിൻ്റെ ആധിപത്യം റോമൻ അടിമത്തത്തിൽ നിന്ന് തിരിച്ചെടുക്കും. അതുകൊണ്ട് അവർ വിളിച്ചത് ഹോസാനോ. അല്ല, നമ്മൾ ഹോസാനയ്ക്ക് വിളിക്കുന്ന പോലല്ല അവർ വിളിച്ചത്. അവർ വിളിച്ചത് അവരുടെ വിപ്ലവ ഗാനമായിരുന്നു. അത് ഞങ്ങളെ രക്ഷിക്കൂ എന്ന വിപ്ലവ നേതാവിനോട് അവർ കേണപേക്ഷിച്ചതിൻ്റെ വിപ്ലവ ധ്വനികളായിരുന്നു അത്. ഹോസാന. അങ്ങനെ ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് യഹൂദന്മാരിങ്ങനെ യേശുവിൻ്റെ കൂടെ നടന്ന് ഈ വിപ്ലവ ഗാനം പാടി പൊക്കൊണ്ടിരിക്കുന്ന നേരത്ത് അവരുടെ സകല പ്രതീക്ഷകളെയും താറുമാറാക്കിക്കൊണ്ട് കർത്താവ് ഈശോ മിശിഹ വലത്തോട്ടല്ല തിരിഞ്ഞത്, ഇടത്തോട്ട് തിരിഞ്ഞു. അതുകൊണ്ടാണ് ഈ ജനം 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവർ മൊത്തം എതിരായത്. എന്തുകൊണ്ടാണ്?
അവരുടെ പ്രതീക്ഷയെല്ലാം നശിച്ചു. ഇനി ആ ദിവസം ജെറുസലേമിൽ പെസഹ തിരുനാളിന് 10,000-കണക്കിന് ആളുകളുടെ നേതാവായി ജെറുസലേമിലേക്ക് പ്രവേശിച്ചതോടുകൂടി യേശു തൻ്റെ കുരിശ് മരണത്തിൻ്റെ ആ കൊടി കയറ്റി. കാരണം അതുപോലൊരു നേതാവ് ആളുകളെ ഇളക്കി അവരുടെ നേതാവായിട്ട് വന്നാൽ നിശ്ചയമായിട്ടും പീലാത്തോസ് അവനെ കുരിശിൽ കയറ്റിയിരിക്കും എന്ന് റോമൻ പട്ടാളം അവനെ കുരിശിൽ കയറ്റിയിരിക്കും. യേശുവിൻ്റെ കാലത്ത് മാത്രം 3000-ലേറെ ആളുകളെ കുരിശിൽ തറച്ച് കൊന്നിട്ടുണ്ട് റോമൻ പട്ടാളം. അപ്പൊ ഇത് നല്ലപോലെ ഉറപ്പിച്ചിട്ടാണ് ഈ ഇടത്തോട്ട് തിരിഞ്ഞത്. മനസ്സിലായോ? അല്ലാതെ കട്ടിലെ കിടന്ന് മരിക്കാൻ പോയതല്ല. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് കർത്താവായ യേശു മിശിഹ കുരിശ് ബോധപൂർവം തിരഞ്ഞെടുത്തതാണ്. ഒന്നാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ചോദ്യകർത്താക്കളുടെ അറിവിന് വേണ്ടി അത് ഇങ്ങനെ ആപത്തത്തിൽ എവിടെങ്കിലും കടന്ന് മരിച്ചു, വെടികൊണ്ട് മരിച്ചു, വഴി കടന്ന് മരിച്ചു, ചൊറി വന്ന് മരിച്ചു, അങ്ങനെയൊന്നും മരിച്ചല്ല. He has so positively and consciously he chose his destiny. He has chosen his destiny with a very conscious positive mind. അവന് കറക്റ്റായിട്ട് അറിയാം കുരിശെ കയറ്റി കൊല്ലും. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ കുരിശിൽ തറയ്ക്കപ്പെടും അപ്പോസ്തലന്മാരോട് പറയുന്നത്. അവനെ കുരിശിലേറ്റും. അല്ലാതെ മനുഷ്യപുത്രൻ പനി വന്ന് മരിക്കും, ചിക്കൻ കുനിയ വന്ന് ആശുപത്രി കിടക്കും, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് കുരിശ് യേശുവിൻ്റെ മുൻനിശ്ചയം ആയിരുന്നു. ഒന്ന്. അതുകൊണ്ടാണ് പഴയ നിയമം മുഴുവൻ കുരിശിൻ്റെ നിഴല് ഈശോ ഇട്ടിരിക്കുന്നത്. കുരിശിൻ്റെ നിഴലിട്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്ന് നമ്മൾ വായിക്കേണ്ടത്, ഈശോ മിശിഹ പറയുന്ന ഒരു വാചകം എടുക്കണം. ഇനി കുരിശുമരണത്തെ ഒരു കാര്യം കൊണ്ടുകൊണ്ട് നോക്കിയേ, ഒരു കാര്യം കൂടെ. ഈ കുരിശുമരണം എന്ന് പറഞ്ഞാൽ ശരിക്കും കുരിശിൽ യേശു അർപ്പിച്ചത്, യേശുവിനെ കുരിശിൽ കൊന്ന ഒരു എന്നാ പറയുന്നത്, ഒരു ക്രിമിനൽ പിന്നെ എന്താ പറയുക, ഒരു വധശിക്ഷ നടപ്പാക്കി. അതല്ല കുരിശുമരണം. കുരിശുമരണം യേശുവിനെ സംബന്ധിച്ചൊരു ബലിയായിരുന്നു. എന്തായിരുന്നു? ബലിയായിരുന്നു. കുരിശിൽ യേശു അർപ്പിച്ചത് ഒരു ബലിയായിരുന്നു. അതിന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഈശോ മിശിഹ രാവിലെ 9 മണിക്കാണ് അവൻ വിചാരണ ചെയ്ത് അവൻ കുരിശും ചുമന്നുകൊണ്ടുള്ള അവൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഈ രാവിലെ 9 മണിക്ക് ഈശോ മിശിഹ കുരിശും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയേ, കുരിശെടുത്ത് ഇങ്ങനെ തോളെ വെച്ചിട്ട് കർത്താവ് ഇങ്ങനെ ഗാഗുൽത്താ മലയിലേക്ക് പോകാനുള്ള വിചാരണ കഴിഞ്ഞ് കുരിശ് ചുമന്ന് ഈശോ ഇങ്ങനെ പോവാണ്. ഈ സമയത്ത്, ഇതേ സമയത്ത് ജെറുസലേം ദേവാലയത്തിൽ ഒരു കാര്യം നടക്കും. എന്തെന്നറിയാമോ? പുരോഹിതൻ പ്രഭാത ബലിക്ക് കത്തിക്കേണ്ട വിറകിങ്ങനെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു റാമ്പാണ്, ഇങ്ങനെ ബലിപീഠ പൊക്കത്തുള്ള ഇങ്ങനെ കയറാൻ വേണ്ടി ഇങ്ങനെ ചരിച്ച് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ചരിച്ച് കെട്ടി പൊക്കത്താണ് ബലിപീഠം. പുരോഹിതൻ രാവിലെ 9 മണിക്ക് എന്നാ അറിയാമോ? ഈ വിറകെടുത്ത് കൈ പിടിച്ചിട്ട് ഈ കയറ്റം കയറും. ആ സമയത്താണ് കർത്താവ് കുരിശും ചുമന്ന് ഗാഗുൽത്തായിലേക്ക് പോകുന്നത്. ക്ലിയർ പാരലലിസം എന്ന് പറഞ്ഞാൽ ജെറുസലേം ദേവാലയത്തിൽ പെസഹ തിരുനാളിന് നടക്കുന്ന അതേ ബലിയാണ് കാൽവരി കുരിശിൽ കർത്താവ് ഈശോ മിശിഹ അർപ്പിക്കുന്നതെന്ന് കോൺഷ്യസ് ആയിട്ട് കർത്താവ് കണക്ക് കൂട്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ യേശുവിനെ സംബന്ധിച്ച് അത് ബലിയാണ്, ബലി, അല്ലാതെ കൊന്നല്ല. യേശുവിനെ സംബന്ധിച്ച് അതെന്താണ്? ബലി അർപ്പിക്കുകയാണ്. ബലി. അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയതുപോലെ ഈശോ മിശിഹ ബലിയാവാൻ പോവാണ്. ബലിയാണെങ്കിൽ അടുത്ത ചോദ്യം, ബലിയാണെങ്കിൽ യേശു മിശിഹ കുരിശിൽ അർപ്പിച്ചത് ബലിയാണെങ്കിൽ ഈ കുരിശ് എന്താണ്? യേശു മിശിഹ കുരിശിൽ അർപ്പിച്ചത് ബലിയാണെങ്കിൽ ഈ കുരിശ് എന്താണ്? ബലിപീഠമാണ്. യേശു മിശിഹ കുരിശിൽ അർപ്പിച്ചത് ബലിയാണെങ്കിൽ കുരിശ് എന്താണ്? ബലിപീഠമാണ്. യേശു മിശിഹ കുരിശിൽ അർപ്പിച്ചത് ബലിയാണെങ്കിൽ കുരിശ് എന്താണ്? അപ്പൊ ഈ ബലിപീഠത്തെ നിസാരമായിട്ട് കാണാവോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? ബലിപീഠത്തെ നിസാരമായിട്ട് കാണുന്നത് ശരിയാണോ? അത് നമ്മൾ പറയണ്ട, ഈശോ പറയട്ടെ. ബലിപീഠത്തെ നിസാരമായിട്ട് കാണുന്നത് തെറ്റാണോ എന്ന് ഈശോ പറയട്ടെ. ഈശോ മിശിഹ ഈ കൂട്ടരോട്, ഇന്നത്തെ കാലത്തെ നമ്മൾ ഈ പറയുന്ന ആളുകളുടെ അന്നത്തെ ആളുകളാണ് ആര്? ഫരിസേയര്. അവർക്കെതിരെ കർത്താവ് ഈശോ മിശിഹ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്കെതിരെ സംസാരിക്കുമ്പോൾ ഈശോയുടെ ഡയലോഗ് കേട്ടോ, ശ്രദ്ധിക്കും. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 13 മുതൽ വായിച്ചോ. എല്ലാം പ്രധാനപ്പെട്ടതാണ്. 13 മുതൽ വായിച്ചോ. മത്തായി 23. കപടനാട്ടിക്കാരായ
നിയമജ്ഞരെ, പരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നുമില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്ടിക്കാരായ നിയമജ്ഞരെ, പരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി. സത്യമല്ലേ? ഒരുത്തനെ എങ്ങനെയും കൊണ്ടുപോയി മുക്കാൻ വേണ്ടി കടലും കരയും ചുറ്റി നടക്കാണ്. എവിടെ ഇങ്ങനെ ആരെ കണ്ടാലും ഇപ്പം അങ്ങനെ നടക്കാണ്. ഒരുത്തനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി കരയും കടലും ചുറ്റി സഞ്ചരിക്കുന്നു. എന്നിട്ടോ എന്നാ പറ്റി? ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കുന്നു. അത് നമ്മൾ പറയണ്ട, അവിടുന്ന് തിരിച്ചു വന്ന ആളുകൾ പറയുന്നത് കേട്ടാൽ മതി. അത് വലിയ നരകമായിരുന്നെന്ന് വന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കേട്ടാൽ മതി. അപ്പോൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ മാർഗദർശികളെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരും മൂഢരുമായവരെ, ഏതാണ് വലുത്, സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ? ഇനി ശ്രദ്ധിച്ചേ, നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. നിങ്ങളിപ്പോൾ പറയും, ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പോൾ ഈ പരിസേയർ പറയുകയാണ്, ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി അപ്പവും വീഞ്ഞും വെച്ചിരിക്കുന്നു. അങ്ങനെ അപ്പവും വീഞ്ഞും വെച്ചിരിക്കുമ്പോൾ പരിസേയർ വന്നിട്ട് പറയാണ്, ഈ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ കുഴപ്പമില്ല, അപ്പത്തെയും വീഞ്ഞിനെയും കൊണ്ട് ആണയിടാതിരുന്നാൽ മതി. ഇതാണ് അവരുടെ ആർഗ്യുമെന്റ്. അപ്പോൾ ഈശോ അവരോട് ചോദിക്കുകയാണ്, അന്ധരും മൂഢരുമായ മാർഗദർശികളെ, കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരെ, ഏതാണ് വലുത്, കാഴ്ചവസ്തുവോ കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ? ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു. അതുകൊണ്ട് കുരിശിനെ നിന്ദിക്കുന്നവൻ കുരിശിനെ മാത്രമല്ല, കുരിശെ കിടന്ന കർത്താവിനെയുമാണ് കഴിഞ്ഞ 100 വർഷമായിട്ട് നിന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയറായോ? ബലിപീഠത്തെ നിന്ദിക്കുന്നവൻ ബലിപീഠത്തെ മാത്രമല്ല, അതിലുള്ള സകല വസ്തുക്കളെയാണ് നിന്ദിക്കുന്നത്. ഇതാരാ പറഞ്ഞേ? ഈശോ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കുരിശിനെ അവഹേളിച്ചവരെല്ലാം അവർ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, അവർ യേശുവിൻ്റെ ആളുകളാണെന്ന് പറയുന്നു. അവർ കഴിഞ്ഞ 100 വർഷമായിട്ട് അവർ ബലിപീഠത്തെ അവഗണിച്ചപ്പോൾ കുരിശെ കിടന്ന അവർ അവരുടേതാണെന്ന് പറയുന്ന കർത്താവിനെ പച്ചയ്ക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്ന ദൈവനിഷേധികളാണെന്ന് അവരുടെ ആർഗ്യുമെന്റിനാൽ വ്യക്തമാവുകയാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പിടികിട്ടിയോ? അതായത് ബലിവസ്തു മാത്രമല്ല, ആ ബലിവസ്തു കിടന്ന ബലിപീഠവും പവിത്രമാണ്. എന്തുകൊണ്ടാണ് കത്തോലിക്കർ അല്ലെങ്കിൽ ഓർത്തഡോക്സുകാർ, യാക്കോബക്കാർ അല്ലെങ്കിൽ അപ്പസ്തോലിക സഭകൾ എന്തുകൊണ്ടാണ് കുരിശിനെ വന്ദിക്കുന്നത്? ഇത് ഞങ്ങളുടെ കർത്താവ് കിടന്ന ബലിപീഠമാണിത്. ഞങ്ങൾക്ക് അതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധ കുർബാനയെ നിന്ദിച്ച്, പരിശുദ്ധ അമ്മയെ നിന്ദിച്ച്, വിശുദ്ധരെ നിന്ദിച്ച്, മഹിമയണിഞ്ഞവരെ നിന്ദിച്ച്, സകല വിശ്വാസികളെ നിന്ദിക്കുന്നവർക്ക് യേശുവിനെ നിന്ദിക്കാം, കുരിശിനെ നിന്ദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്കങ്ങനെ പറ്റില്ല. തറവാട്ടി പിറന്നവർക്കും കുടുംബത്തിൽ പിറന്നവർക്കും അപ്പനും അമ്മയും ഉള്ളവർക്കും ബന്ധത്തിൻ്റെ വില അറിയാവുന്നവർക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് വേണ്ടപ്പെട്ടതിനെ നിന്ദിക്കാൻ പറ്റുമോ? അപ്പം നിന്ദിക്കുന്നവര് അവരുടെ സ്റ്റാൻഡേർഡ് വലിച്ച് താഴെ ഇറക്കുകയാണ്. പിടികിട്ടുന്നുണ്ടോ ഇതൊക്കെ? അപ്പം അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ കുരിശിനെ വണങ്ങും. ഇന്നലെ ഞങ്ങൾ വണങ്ങി, ഇന്ന് ഞങ്ങൾ വണങ്ങുന്നു, നാളെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും കർത്താവ് വീണ്ടും വരുന്നത് വരെ ഇതിനെ വണങ്ങിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് വല്ലവരും പറയുന്നത് കേട്ടിട്ട് കുരിശ് ഇനി വേണ്ട, വിഗ്രഹം മാറ്റരുത്, ബലിപീഠമാണത്, ബലിപീഠം, യാഗപീഠം. അതാണ് കർത്താവ് പറയുന്നത്, ബലിപീഠം. മനസ്സിലാവുന്നോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് സഭ ഈ കുരിശ് കണ്ടെടുത്ത, അതിനെക്കുറിച്ച് ഞാൻ പറയാം, കുരിശ് കണ്ടെടുത്ത ദിവസത്തിൻ്റെ തിരുനാളാണിത്. യേശുക്രിസ്തുവിൻ്റെ കുരിശ് സഭ കണ്ടെടുത്ത്, അതായത് ആ കുരിശിനെ എടുത്ത് പരസ്യ വണക്കത്തിന് വെച്ച് പിന്നീട് അതിനെ ദ ചർച്ച് ഓഫ് ഹോളി സെപ്പുൾക്കർ, അങ്ങനെ ഒരു ദേവാലയം അതിൻ്റെ മീതെ പണിത്, അങ്ങനെ കുരിശിനെ മാനിച്ചതിൻ്റെ തിരുനാളാണിന്ന്. അപ്പം അതുകൊണ്ട് ഈ കുരിശിനെ നമ്മൾ മാനിക്കുമോ? നിങ്ങൾ പറ. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കുരിശുണ്ട്. നിങ്ങളുടെ ജപമാലയിലെങ്കിലും ഇല്ലേ?
അപ്പൊ എന്തുമാത്രം ആദരവോടെ നമ്മൾ ഈ രക്ഷ മുഴുവൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് മുഴുവൻ കാച്ചി കുറുക്കി നമ്മുടെ കൈ കൊണ്ട് നടക്കാവുന്ന ഒരു സാധനമാണ് കുരിശ്. മനസ്സിലായോ? അതിനെ ആരും നിന്ദിക്കരുതെന്ന് മാത്രമല്ല, പൂജ്യമായിട്ട് നിങ്ങൾ ഒരു കുരിശ്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കുരിശ്, ഇപ്പം ജപമാലയിൽ കുരിശുണ്ട്, അല്ലെങ്കിൽ ഒരു കുരിശ് കൈ ഇരിക്കട്ടെ. അതിനിപ്പോൾ എന്നാ, നമ്മുടെ യാത്രക്കിടയിൽ ഒരു കുരിശ് നമ്മുടെ ഇരിക്കട്ടെ. അത് നമ്മുടെ രക്ഷിക്കപ്പെട്ടവൻ്റെ അടയാളമാണിത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഈ കുരിശിനെ അത്രയും സ്നേഹത്തോടെ കാണണം, അത്രയും സ്നേഹത്തോടെ ചുംബിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ മലങ്കരക്കാർ ദുഃഖവെള്ളിയാഴ്ച ദിവസം കുരിശ് കുമ്പിടിയിൽ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ തന്നെ ഉണ്ട്. മനസ്സിലായോ? ശ്ലീബാ വന്ദനവ്, മുട്ടുമേ നിന്ന് ഈശോമിശിഹായുടെ ആ കുരിശിൻ്റെ ആ ചുവട് അല്ലെ ആ കുരിശ് ചുംബിച്ചിട്ട്, യേശുവിൻ്റെ തിരുമുറിവുകളെ ചുംബിക്കുന്ന ബഹുമാനത്തോടെ ചുംബിച്ചിട്ട് പോകും. മനസ്സിലായോ? അതൊക്കെ ക്രിസ്തീയമായ ഒരു ആദരവിൻ്റെ പ്രതീകമാണ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ബഹുമാനിക്കുന്നതിൻ്റെ അടയാളമാണിത്. അവിടുന്ന് ഇവിടുന്ന് ഓരോ വാക്യം പറക്കി കൊണ്ട് വന്നിട്ട് കുരിശ് വേണ്ട, അമ്മ വേണ്ട, ചേട്ടന്മാർ വേണ്ട, ചേച്ചിമാർ വേണ്ട. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പം നിങ്ങളുടെ പള്ളി, ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ടോ? വേഗം വിടാം. പക്ഷെ ഒരു കാര്യം, ഇത് ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള പള്ളി, വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിലുള്ള പള്ളി, വിശുദ്ധ അന്തോണീസിൻ്റെ നാമത്തിലുള്ള പള്ളി. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇതല്ല കർത്താവിൻ്റെ നാമത്തിൽ പള്ളിയില്ലേ? അപ്പോൾ കേൾക്കുമ്പോൾ ചേച്ചി വിചാരിക്കുകയാണ്, ദുർബല മനസ്കേച്ച്, ശരിയാണല്ലോ, കർത്താവിൻ്റെ നാമത്തിൽ പള്ളി. എടാ, കർത്താവിൻ്റെ നാമത്തിലാണ് ഇവിടെ മുഴുവൻ ആരാധന നടക്കുന്നത്, ആണല്ലോ. പിന്നെന്തിനാണ് ഈ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ പള്ളി? നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയണ്ടേ? ഇതെല്ലാം കാരണം എന്താ, ഇത് സഭ എന്താ ഇതൊന്നും പഠിപ്പിക്കാഞ്ഞേ? എന്താ പഠിപ്പിക്കാഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമല്ല. നമുക്ക് ഒരു കുടുംബത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആരും കൂടെ പറയത്തൊന്നുമില്ല. മനസ്സിലായോ? ഇപ്പം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 30 വയസ്സുള്ള ചെറുക്കനോട് എടാ നീ കുളിച്ചോ അപ്പം ചോദിക്കുമോ? ചോദിക്കില്ല. കാരണം അതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ കുളിച്ചോ നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാവരും എല്ലാ ദിവസവും കുളിക്കണമെന്ന് എഴുതി വെച്ചിട്ടില്ല. അതിനെ എഴുതാഞ്ഞേ? എഴുതാത്തതുകൊണ്ട് അത് ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങൾ കുളിക്കില്ല. മനസ്സിലായില്ലേ? അത് എഴുതാത്തതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങൾ ഇനി മേലെ കുളിക്കില്ല. കുളിക്കുന്നത് തെറ്റാണ്, കുളിക്കുന്നവരെല്ലാം നരകത്തിൽ പോകും. അത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അത് ഞങ്ങൾക്ക് അത്ര പരിചയമുള്ള വിഷയമാണ്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ അകത്ത് കയറിയിരിക്കുന്ന സാധനമാണ്. അതൊന്നും എഴുതി തിരുവെഴുത്തെഴുതുമ്പോൾ അതൊന്നും എഴുതേണ്ട കാര്യമില്ല. അത് അത്രമേൽ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ കർത്താവ് ആഗ്നേയ ലിപികൾ കൊണ്ട് എഴുതി വച്ചിരിക്കുന്ന, ഒരിക്കലും മറക്കാനാവാത്ത മാസ്മരിക അക്ഷരങ്ങളാൽ കുറിക്കപ്പെട്ടതാണ്. അതൊന്നും ഞങ്ങൾ എഴുതി വെക്കേണ്ട കാര്യമില്ല. കുരിശിനെ വണങ്ങണം, അത് ഇനി ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതേണ്ട കാര്യമില്ല. കാരണം അത് 2000 വർഷത്തെ തിരുസഭയുടെ പാരമ്പര്യത്തിൽ അത് കിടപ്പുണ്ടത്. അത് എഴുതി വെക്കേണ്ട കാര്യമില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് ഈ വിശുദ്ധരുടെ നാമത്തിൽ പള്ളി? അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തിനാണെന്നറിയാമോ? ഈ പള്ളിക്കകത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇത് പറയാതെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന തുടങ്ങില്ല. ഇതാണ് തൃത്വ ആരാധന നടക്കുന്ന പള്ളി. ആ പള്ളി വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലാണ്. അതെന്തിനാണ്? ഇവിടെ ഈ നടക്കുന്ന എന്താണ്? ആരാധനയാണ്, ആണല്ലോ. ഇവിടെ നടക്കുന്നത് ആരാധനയാണ്. ഈ ആരാധന ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന വിശ്വാസം, ഇവിടെ പഠിപ്പിക്കുന്ന വേദപാഠം, ഈ ആരാധനാ സമൂഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ മാമോദീസ മുങ്ങി സ്വർഗീയ കാനാനിലേക്കുള്ള അവരുടെ യാത്ര, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നിയന്ത്രിക്കുന്ന ആളാരാ അവിടെ? ആ പള്ളിയിൽ വികാരിയച്ഛൻ, അവിടുത്തെ വികാരിയച്ഛൻ, പിന്നെ പള്ളിയിലെ കുറേ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവരൊക്കെയാണ് ഇത് കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇവർക്കെല്ലാം ഒരു പ്രശ്നമുണ്ട്. ഇവരെല്ലാം ഈ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇവരെല്ലാം ഈ യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇത് എങ്ങനെയാപ്പാ ഇതൊന്ന് തീർക്കുന്നതെന്ന് ഇവർക്ക് അറിയില്ല. എന്നാൽ ഈ യാത്ര ഒരിക്കൽ ആരംഭിച്ച് നല്ല സൂപ്പറായിട്ട് തീർത്ത് സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ, ഒരു ചേച്ചി, ഈ വർഷിപ്പ് കമ്മ്യൂണിറ്റിയുടെ ലീഡറായിട്ട് കർത്താവ് സ്വർഗം വച്ചിട്ടുണ്ട്. അതാണ് ഈ സെയിൻറ്റ് ജോർജ്, അതാണ് ഈ സെയിൻറ്റ് അൽഫോൻസ, അതാണ് ഈ സെയിൻറ്റ് ബെനഡിക്റ്റ്. മനസ്സിലായി? പിടികിട്ടിയോ? ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. അതായത് ഈ ഞങ്ങളുടെ പള്ളി, അപ്പം ചോദിക്കുകയാണ്, നിങ്ങളുടെ പള്ളിയിൽ ആരാ വികാരിയച്ഛൻ? ഞങ്ങളുടെ പള്ളി വിൽസനച്ഛൻ വികാരിയച്ഛൻ. വിൽസനച്ഛനാണോ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പള്ളി ആരുടെ നാമത്തിലാണ്? അത് സെന്റ് ജോർജിന്റെ. ഓ, സെന്റ് ജോർജ് ആണോ? അങ്ങേര് സൂപ്പറായിട്ട് ഈ യാത്ര തീർത്ത ആളാണ് എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ അങ്ങേര് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചിരിക്കും. ചതി പറ ഹല്ലേലൂയാ. പിടികിട്ടുന്നുണ്ടോ? അല്ലാതെ കർത്താവിന്റെ വലിപ്പം കുറയ്ക്കാനല്ല വെച്ച്, കർത്താവാണ് വെച്ചിരിക്കുന്നത്. അന്നേരം ചോദിക്കുകയാണ്, കർത്താവിനോട് ചോദ്യം ചെയ്യുകയാണ്, എടാ കർത്താവാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ അപ്പസ്റ്റോലിക് സ്കൂള് 2ാം വർഷം ആയപ്പോൾ 1ാം വർഷം വന്ന പിള്ളേർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ 2ാം വർഷത്തെ പിള്ളേരെ നിർത്തി. അതെന്തിനാ നിർത്തിയത്? ഇവിടെ അച്ഛന്മാരില്ലേ? എടാ ഇത് അറിയാവുന്നവൻ നേരത്തെ വന്ന് പരിചയമുള്ളവൻ മറ്റവരിരുന്ന് മോങ്ങുമ്പോൾ മോങ്ങണ്ടാ, ഞാനും കുറേ 10 ദിവസം മോങ്ങിയതാണ് എന്നാലും വിടത്തില്ല. അപ്പം എന്നവൻ പറയുമ്പോൾ ആണോ എന്നാൽ പിന്നെ മോങ്ങുന്നില്ല എന്ന് ഈ വന്നവൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ വിശ്വാസ ജീവിതം ഒരിക്കൽ ജീവിച്ച് പൂർത്തിയാക്കിയവരാണ്, ഓട്ടം പൂർത്തിയാക്കിയവരാണ് വിശുദ്ധർ. ഇപ്പം നമുക്ക് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം, ഇപ്പം 2 പേരാണ് ഇവിടെ ബാറ്റൺ പിടിച്ച് ഫ്രണ്ട് നിൽക്കുന്നത്. ഒന്ന് പരിശുദ്ധ അമ്മ, 2 ഏലിയ. പിടികിട്ടുന്നുണ്ടോ? അപ്പം ഇവരാണ് ഇത് മുഴുവൻ സംവിധാനവും കോർഡിനേറ്റ് ചെയ്യുന്നത് ഇവരാണ്. ഇവിടെയുള്ള ബാക്കി എല്ലാവരും അവരുടെ പുറകിൽ നിന്ന് അവർ പറയുന്ന അപ്പം ഇവരാണ് പ്രാർത്ഥിച്ച് ഈ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യുന്നത്. പിടികിട്ടിയോ? ഒരു പള്ളിയിൽ വികാരിയച്ഛൻ ഇന്ന ആളാണെന്ന് പറയുന്നതിന് നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് ഒരു സങ്കടവും വേണ്ട. ഞങ്ങളുടെ പള്ളി വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വർഷിപ്പിംഗ് ലീഡർ സെയിന്റ് ജോർജ് ആണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പിടികിട്ടുന്നുണ്ടോ? അല്ലാതെ നമ്മൾ ഗീവർഗീസിനെ ആരാധിക്കുന്നുണ്ടല്ല പുള്ളിയുടെ പേരിൽ വെച്ചിരിക്കുന്നത്. പുള്ളിയാണ് ഇതിന്റെ ലീഡർ. അവസാനം ഇങ്ങേരാണ് കണക്ക് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ചെന്നിട്ട് പറയുകയാണ്, സെന്റ് ജോർജ് ഞങ്ങളുടെ പള്ളിയുടെ ലീഡറായിട്ട് വരാവോ? അങ്ങനെ ചെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചോണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിന്നിക്കുകയാണ്. പിടികിട്ടുന്നുണ്ടോ? അപ്പം ഇങ്ങനെ എല്ലാ കാര്യത്തിനും തിരുസഭയിൽ ഒരു പൈതൃകമുണ്ട്, എല്ലാ കാര്യത്തിനും. അതുകൊണ്ടാണ് നമ്മുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് സഭ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ സാക്ഷികൾ നിൽക്കുകയാണ്. നമ്മൾ വന്നിരിക്കുന്നത് ഞാനും എൻ്റെ യേശു ഹല്ലേലൂയ, ഞാനും എൻ്റെ യേശു ഹല്ലേലൂയ അല്ല. ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ്, ഒരു വീട്ടിലേക്കാണ്. ഞങ്ങളുടെ ഇൻചാർജായിട്ട് ഇവിടെ മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്, രക്തസാക്ഷികളുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ടീമിലേക്കാണ്, ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ്. അല്ലാതെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാനും എൻ്റെ യേശു ഹല്ലേലൂയ, ഞാനും എൻ്റെ യേശു 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ മധ്യേ കർത്താവുണ്ടായി അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ 2-3 അല്ല, ഇഷ്ടം പോലെ ആളുകളാണ്. ഞങ്ങൾക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം, ഭയങ്കര സമൂഹം, വലിയ സമൂഹമാണ് ഞങ്ങളുടെ ചുറ്റിനും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുരിശ് വളരെ 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 പ്രധാനപ്പെട്ടാണ്. ഒരു കുരിശ് കണ്ടാൽ, ഞാൻ കണ്ടിട്ടുണ്ട് വിൽസനച്ഛൻ എപ്പോൾ പോയാലും, ഞാൻ പിന്നെ അത് വിട്ടുപോകും. അച്ഛൻ ഈ വണ്ടി ഇരിക്കുമ്പോൾ എപ്പോൾ പോയാലും ഒരു പള്ളി കണ്ടാൽ അന്നേരം അച്ഛൻ കുരിശ് വരയ്ക്കും. ഞാൻ പിന്നെ 15 മിനിറ്റ് മുമ്പ് വരച്ചാണല്ലോ എന്ന് ഓർത്തിട്ട് പിന്നെ വരയ്ക്കില്ല. അച്ഛൻ അടുത്തടുത്ത് അച്ഛൻ എപ്പോഴത്തെ കുരിശ് കണ്ടാലും അച്ഛൻ കുരിശ് വരയ്ക്കും, അപ്പം തന്നെ കുരിശ് വരയ്ക്കും. മനസ്സിലായില്ലേ? ഈ കുരിശ് അത്രയ്ക്ക് പ്രധാനപ്പെട്ടാണ്, അത്രയ്ക്ക്. ഇപ്പം കുരിശിനോട് ഇച്ചിരി സ്നേഹമൊക്കെ വരുന്നുണ്ടോ? ബലിപീഠമാണ്, ബലിപീഠം. അപ്പം നമുക്ക് ഒരു കുരിശെടുത്തിട്ട്, ഞാനിപ്പോൾ ഇന്നതൊക്കെ പറയുന്നതുകൊണ്ട് ഒരു കുരിശ് എടുത്തോണ്ടാണ് വന്നേ. ഇതൊരു നല്ല കുരിശാണ്. അപ്പോൾ ഈ കുരിശ് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ഈ കുരിശ് ചുംബിക്കുമ്പോൾ എനിക്ക് വേണ്ടി മരിച്ച യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങളിലും അവൻ്റെ തിരുമുറിവുകളിലുമാണ് നമ്മൾ ചുംബിക്കുന്നത്. അല്ലാതെ ഈ മെറ്റലിനെയാണോ? അല്ല. ഞങ്ങൾ ബുദ്ധിയും വിവേകവും ജ്ഞാനവും ഉള്ള മനുഷ്യരാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചുംബിക്കുമ്പോൾ ഞങ്ങൾ ഈ മെറ്റലിനെ അല്ല, ഇത് സ്വർണ്ണമല്ല കേട്ടോ, ഞങ്ങൾ ഈ മെറ്റലിനെ, ഇത് ഒരു സാധാരണ മെറ്റീരിയലാണ്, പക്ഷേ ഇതിനെ അല്ല ഞങ്ങൾ ചുംബിക്കുന്നത്. ഞങ്ങൾ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഓർമ്മ വന്നത്? കുടുംബത്തിൽ പറഞ്ഞ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ കർത്താവിനെയാണ്. മനസ്സിലായി? ഞങ്ങൾക്ക് വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് വേറെ
ഓർമ്മ വരുന്നില്ല, ഒന്നും ഓർമ്മ വരുന്നില്ല. ഞങ്ങൾക്ക് കർത്താവിനെ അല്ലാതെ വേറെ ഒന്നും ഓർമ്മ വരില്ല. ഞങ്ങൾക്ക് ത്രേസ്യാമ്മയെ ഓർമ്മ വരുന്നില്ല. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് കർത്താവിനെ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. കർത്താവിനെ മാത്രമല്ല, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം എൻ്റെ മനസ്സിലിപ്പോൾ വരുന്നുണ്ട്. ഉമ്മ, മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ കുരിശിൻ്റെ തിരുനാളിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുരിശിനോട് സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ വീട്ടിൽ ഒരു ക്രൂശ് ഉണ്ടാവട്ടെ, ഒരു കുരിശ്. എന്നിട്ട് നിങ്ങൾ ആ കുരിശിനെ വണങ്ങണം. നിങ്ങൾ ആ കുരിശിനെ വണങ്ങുമ്പോൾ ആ തടിയാണോ നിങ്ങൾ വണങ്ങുന്നത്? അല്ല. നിങ്ങൾ ആ കുരിശിനെ വണങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ ബലിപീഠത്തിൽ ബലിവസ്തുവായി തീർന്ന യേശുവിനെയാണ് വണങ്ങുന്നത്. ഇപ്പോൾ വ്യക്തമായോ? കട്ടിലെ കടന്ന് മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായോ? വെടികൊണ്ടല്ല മരിച്ചെന്ന് മനസ്സിലായോ? വാദം വന്ന് മരിച്ചതല്ല, അജീർണം ബാധിച്ച് മരിച്ചതല്ല. ഞങ്ങളുടെ കർത്താവ് അനാദി മുതലേ നിശ്ചയിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി കുരിശ് മരിച്ചാണ്. 100 കൊല്ലമായിട്ടുണ്ടായ സഭകൾക്ക് അതറിയില്ലെങ്കിൽ ഞങ്ങൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അത് മുൻ നിശ്ചയപ്രകാരം കർത്താവ് വിശ്വസിക്കുക പദ്ധതിയിട്ട മരണമാണ് ഈശോയുടെ കുരിശുമരണം. ഇനി ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം വേണോ? അതായത് ഒരു കാര്യം കൂടി, ഈ കുരിശിൻ്റെ തിരുനാൾ ഹെലേന രാജ്ഞി, വിശുദ്ധ ഹെലേന രാജ്ഞി. ഹെലേന എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. മിലാൻ വിളംബരത്തിലൂടെ, ഈഡിത്ത് ഓഫ് മിലാൻ വിളംബരത്തിലൂടെ പീഡിപ്പിക്കപ്പെട്ടുവരുന്ന സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹം ആ യുദ്ധത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ പരാജയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ആ രാജാവ് വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഹെലേന രാജ്ഞി അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ട് ഈ കോൺസ്റ്റന്റൈൻ എങ്ങനെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടണമെന്ന് ഹെലേന രാജ്ഞി എന്ന അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാലമാണത്. ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ വളരെ കുറച്ച് പടയാളികൾ മാത്രമേ ഉള്ളൂ. ശത്രു സൈന്യം വളരെ പ്രബലമാണ്. അങ്ങനെ ഇദ്ദേഹം ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നട്ടുച്ചയ്ക്ക് അദ്ദേഹം ആകാശത്ത് ഒരു കുരിശടയാളം കണ്ടു. ഇതിൻ്റെ പാരമ്പര്യം ഞാൻ പറയുകയാണ്. ഈ കുരിശടയാളം കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു സ്വരം കേൾക്കുകയാണ്, ഈ അടയാളത്താൽ നീ വിജയം നേടും. അപ്പം അദ്ദേഹം അലങ്കരിച്ച ഒരു കുരിശുമായി അതിനെ മുമ്പിൽ നിർത്തി ആ യുദ്ധത്തിന് പുറപ്പെട്ട് ശത്രുവിനെ അമ്പയെ പരാജയപ്പെടുത്തി വിജയശ്രീലാളിതനായി തിരിച്ചെത്തി. അദ്ദേഹത്തിന് യേശുവിൻ്റെ കുരിശിൻ്റെ മഹത്വം മനസ്സിലായി. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹം ക്രിസ്ത്യാനിയായി മാറിയപ്പോൾ റോമിലെ ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യാനിറ്റി പ്രഖ്യാപിക്കും. അങ്ങനെയാണ് റോമിൽ ഇത് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ റോമിൽ വിശ്വാസം നേരത്തെ എത്തിയിരുന്നു. പൗലോസ് ലീഗ റോമിൽ പ്രസംഗിച്ചിരുന്നു, പത്രോസ് ലീഗ പ്രസംഗിച്ചിരുന്നു. എങ്കിലും വിശ്വാസം അത് എല്ലാം അണ്ടർഗ്രൗണ്ട് ചേർച്ചുകളാണ്, പീഡിപ്പിക്കപ്പെട്ട സഭകളാണ്, ഒളിച്ചിരിക്കുന്ന സങ്കേതങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച സഭയാണ്. അപ്പം അങ്ങനെ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ടതോടെ സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോഴാണ് ഹെലേന രാജ്ഞിക്ക് ഈ കുരിശ് കണ്ടെടുക്കണം. ഈ കുരിശ് അതിനു മുമ്പേ കണ്ടെടുക്കപ്പെട്ടിരുന്നു. എന്നാൽ യഹൂദന്മാർ ഈ കുരിശ് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ഇത് ക്രിസ്ത്യാനികളെടുത്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഈ കുരിശെടുത്ത് ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹെലേന രാജ്ഞി അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷിച്ച് ഈ കുരിശ് കണ്ടെടുത്തതിൻ്റെ ഓർമ്മ തിരുനാളാണ് ഈ സ്ലീബായുടെ പുകഴ്ചയുടെ തിരുനാൾ. പിടികിട്ടിയോ? ഇനി അതിനെക്കുറിച്ചൊക്കെ പാരമ്പര്യം പറയുന്നുണ്ട്. ഈ കുരിശ് 3 കുരിശുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ് യേശുവിൻ്റെ കുരിശ്? അപ്പോൾ ഒരു ശരീരം മുഴുവൻ രോഗം ബാധിച്ച ഒരു വ്യക്തിയും മരിച്ച ഒരു വ്യക്തിയും ഈ യേശുവിൻ്റെ കുരിശിൻ്റെ മീതെ കിടത്തി. മരിച്ച ആൾ ഉയർത്തെഴുന്നേറ്റു, രോഗം സൗഖ്യപ്പെട്ടു. അങ്ങനെയാണ് ഉറപ്പിച്ചത് ഇത് യേശുവിൻ്റെ കുരിശാണ്. അങ്ങനെ യേശു കുരിശിൽ മരിച്ച ആ യാഗപീഠം, ആ ബലിപീഠം കണ്ടെടുത്ത തിരുനാളാണെന്ന്. ഇന്ന് കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും. നിങ്ങൾ കുരിശിനെ സ്നേഹിക്കുന്നോ? കുരിശിനെ ബഹുമാനിക്കുന്നോ? കുരിശിനെ നിങ്ങൾ വണങ്ങുന്നോ? നിങ്ങൾ കുരിശ് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നോ? കർത്താവിൻ്റെ ബലിപീഠമാണത്. അപ്പം നിങ്ങളൊരു കുരിശ് കയ്യിലെടുക്കുമ്പോൾ ഈശോ എന്താ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്? ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ബലിയായി തീർന്ന ആ ബലിപീഠത്തെ അവർ മാനിക്കുമ്പോൾ ആ ബലിപീഠത്തെ മാത്രമല്ല, ആ ബലിപീഠത്തിലെ എല്ലാ കാര്യങ്ങളെയും എന്നെയാണ് അവർ ആ കുരിശിനെ ബഹുമാനിക്കുമ്പോൾ എന്നെയും കൂടിയാണ് അവർ ബഹുമാനിക്കുന്നത്. ഇതാണ് ഈശോയുടെ മനസ്സിൽ വരുന്നത്. അല്ലാതെ ഈശോയ്ക്ക് വിഗ്രഹാരാധകരെല്ലാം കൂടെ വന്നിട്ടുണ്ട്, അങ്ങനെയാണോ ഈശോ ചിന്തിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പരിശുദ്ധ ശുദ്ധമാന സഭയിൽ
നമ്മൾ രാവിലെ ആരെക്കുറിച്ച് കേട്ടോ? നിന്ന നിപ്പി മേളിലോട്ട് പൊങ്ങുന്ന വിശുദ്ധര്. ഇതെവിടാ ഉണ്ടായത്? എവിടെ ഉണ്ടായത്? ബെന്നി ഹിൻ എന്ന് പറയുന്ന വലിയ പ്രൊട്ടസ്റ്റന്റ് പ്രീച്ചറാണ്. ഇപ്പോൾ താണ്ട മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഓരോന്ന് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ പ്രോസ്പെരിറ്റി ഗോസ്പലിൽ പ്രസംഗിച്ചത് വലിയ അബദ്ധമായിപ്പോയി, എന്നോടെല്ലാവരും ക്ഷമിക്കണം. നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധിയുടെ ദൈവം മാത്രമല്ല, പ്രയാസവും ഞെരുക്കവും എല്ലാം കർത്താവിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇത്രയും കാലം അത് പറഞ്ഞില്ല, കാശ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രോസ്പെരിറ്റി ഗോസ്പലിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ഇങ്ങേര് തിരുത്തി പറഞ്ഞു, ഇപ്പം തിരുത്തി പറഞ്ഞു കഴിഞ്ഞ ആഴ്ച. അതിനു മുമ്പ് കുറേ നാൾ മുമ്പ് പറഞ്ഞു, കത്തോലിക്കരുടെ വിശുദ്ധ കുർബാനയിലാണ് എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതം നടക്കുന്നത്. കാരണം അവർ യേശുവിൻ്റെ ശരീരമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. ആരായി പറയുന്നേ? ബെന്നി ഹിൻ. മനസ്സിലായോ? അതായത് തിരുസഭയിൽ നടന്നതിൻ്റെ അത്ഭുതത്തിൻ്റെ 10,000-ലൊരത്ഭുതം ഏതെങ്കിലും ഈ സഭയിൽ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. 36 മരിച്ചവരെ ഉയർപ്പിച്ച വിൻസെന്റ് ഫെറർ എന്ന് പറയുന്ന വിശുദ്ധൻ, അത് ഈ സഭയുടെ പുത്രനാണ്. ഈ സഭയുടെ വിശുദ്ധ കുർബാനയും മാതാവും വിശുദ്ധരും ഒക്കെ ഉള്ള ഈ സഭയുടെ പുത്രനാണ് 36 മരിച്ചവരെ ഉയർപ്പിച്ചത്. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ പറയും, ഇത് കിട്ടുകഥയെ നിങ്ങൾ വിചാരിക്കുക. ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് മുടി മുഴുവൻ ഒരുത്തും കുടിച്ചിട്ട് വന്നിട്ട് കെട്ടിയോളം മുടി മുഴുവൻ വലിച്ചു പറിച്ചു. നീ പള്ളിയിൽ പോന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മുടി മുഴുവൻ വലിച്ചു പറിച്ചം കിട്ടും. ചോരയൊലിപ്പിക്കുന്ന തലയുമായിട്ട് ഈ സ്ത്രീ ദേവാലയത്തിലേക്ക് ചെന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ അടുത്ത് ചെന്നിട്ട് സങ്കടത്തോടെ കാര്യം പറഞ്ഞു, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ക്ഷണനേരത്തിൽ നല്ല മുടി ഇങ്ങ് വന്നു. ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ചെയ്ത വിശുദ്ധര്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് എവിടാണ്? ഈ സഭയിലാണ്. ഈ സഭയിൽ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരുടെ ജീവിതം പരിശോധിച്ചോ, ലോകത്തൊരു മനുഷ്യനും ചെയ്തിട്ടില്ലാത്ത മരിച്ചവരെ, വിശുദ്ധ അന്തോണീസ് മരിച്ചവരെ ഉയർപ്പിച്ചു. 16-ാമത്തെ വയസ്സിൽ മരിച്ചവരെ ഉയർപ്പിച്ചു. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് മമ്മൂട്ടി മരിച്ചാൽ ശരീരം അഴുകും, മോഹൻലാൽ മരിച്ചാലും അഴുകും, ഷാരൂഖ് ഖാൻ മരിച്ചാലും അഴുകും, പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള ആളുടെ പേര് പറഞ്ഞാൽ സകലര് മരിച്ചാലും അഴുകും. സകലര് മരിച്ചാലും അഴുകും. പക്ഷേ ഈ തിരുസഭയുടെ പൊന്നോമന മക്കളിൽ 103 പേർ വർഷങ്ങളായിട്ട് അഴുകാതെ ലോകത്തിൻ്റെ പല ഭാഗത്തിരിപ്പുണ്ട്. മനസ്സിലായോ? വിശുദ്ധ കുർബാന ഭക്ഷിച്ച മനുഷ്യനാണ് അവരൊക്കെ, അഴുകിയിട്ടില്ല. സകലമാണ് ഈ പറയുന്ന സാമ്പ്രദായിക, ഞാൻ നേരത്തെ പറഞ്ഞ ആ പറഞ്ഞ കൂട്ടങ്ങളിലെ സകലര് മരിച്ചാലും അഴുകും. പക്ഷെ 103 സാമ്പിളായിട്ട് കർത്താവ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. സാമ്പിളായിട്ട്, അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കുക എന്നതിൻ്റെ ഇത് കാണാനൊരു അടയാളം. എന്താ? അഴുകാതിരിപ്പുണ്ട്. അഴുകാതെ ഗോവയിൽ ചെന്നാൽ കാണാം, അഴുകാതിരിപ്പുണ്ട്. വർഷം എത്രയായി? അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, സഭയെ സ്നേഹിക്കുക. വിട്ടുപോയ എന്നെ കേൾക്കുന്ന പെന്തക്കോസ്ത് സഹോദരങ്ങളെ എല്ലാവരും തിരിച്ചു വരിക. മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളെ തിരിച്ചെടുക്കാനുള്ളൊരു സംവിധാനമായിട്ട് ഇതിനെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ സത്യവിശ്വാസം മനസ്സിൽ കർത്താവായ യേശുവിൻ്റെ കുരിശ് നമുക്ക് തൽക്കാലം അവിടെ കൊണ്ട് നിർത്താം. അപ്പോൾ അതുകൊണ്ട് ഭക്തിയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കുരിശ് വരയ്ക്കണം. ഭക്തിയോടെ പ്രാർത്ഥന നമ്മൾ കുരിശ്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഉഴപ്പി കുരിശ് വരയ്ക്കുന്നവരെ ശാസിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പിതാൻ്റെ പുത്രനെ കുത്തുകയാണ്, ഹാർട്ട് അറ്റാക്ക് വന്ന് നീയൊക്കെ ചാവും. കുത്തുകയാണ്. അങ്ങനെ ഒരുപാട് കുത്തരുത്. നന്നായിട്ട് കുരിശ് വരച്ച്. നിങ്ങളുടെ സഭ എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഇടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടോ എന്നൊക്കെ നിങ്ങളുടെ സഭയുടെ വിശ്വാസം. ഈ കുരിശാകൃതി വന്നാൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ കുരിശ് വരച്ച്. ഞങ്ങൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്: പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. അങ്ങനെയാണ് ഞങ്ങൾ കുരിശ് വരയ്ക്കുന്നത്. നിങ്ങൾ ഇനി വലത്തുനിന്ന് ഇടത്തോട്ടാണ്, ഇടത്തോട്ട് വലത്തോട്ടാണ്, നിങ്ങളുടെ സഭ എങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ. ശരി. അപ്പോൾ അങ്ങനെ തന്നെ വരച്ചോളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നമുക്ക് കർത്താവിൻ്റെ കുരിശിനെ, അപ്പോൾ ഇന്നത്തെ ഈ ശുശ്രൂഷ ഇങ്ങനെയാണ്. ഒരു മിനിറ്റ് ഒന്നിരുന്നേ, ഒരു മിനിറ്റ്. നമ്മൾ ആരാധന ആരംഭിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വീതം ഒന്ന് കൈവയ്ക്കുകയെ. വെരി ഗുഡ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒന്നിലധികം പേര് എഴുന്നേറ്റ് നിൽക്കരുത്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേൽക്കരുത്. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വീതം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവിടെയുള്ള കുരിശുകൾ തികയും. ഒരു വീടിന് ഒരു കുരിശ് വെച്ച് കിട്ടും. എന്നിട്ട് ആ കുരിശ് കുടുംബനാഥനോ കുടുംബനാഥയോ മകനോ മകളോ ആ കുരിശ് എടുക്കുക.
എന്നിട്ട് ആ കുരിശെടുത്തിട്ട് നമ്മളിവിടെ ആ കുരിശ് പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ആരാധന നടത്തും. അപ്പോൾ കർത്താവായ യേശുവിൻ്റെ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങിയ മുഴുവൻ ശക്തിയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന വിശ്വാസത്തോടെയാണ് ഈ കുടുംബനാഥനോ കുടുംബനാഥയോ മകനോ മകളോ ആരാണ് ഇവിടെ വന്നിട്ടുള്ളത് അവർ. ഇനി ഒരാൾക്ക് കുരിശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, കയ്യിൽ ജപമാലയിലുള്ള കുരിശെടുത്ത് പിടിച്ചാലും മതി. ഞാനിത് പറയാൻ കാര്യം എന്തെന്നറിയാമോ? ഞാൻ ഒരിക്കൽ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്ത് ദേവാലയത്തിലിരിക്കുമ്പോൾ ഒരു നോമ്പ് കാലത്ത് കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു പ്രേരണ തന്നു. അതായത് ഓശാന ഞായറാഴ്ച എല്ലാ വീട്ടിലേക്കും ഓരോ കുരിശ്, എല്ലാവർക്കും ഓരോ കുരിശ് കൊടുത്തു വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കൊരു പ്രേരണ കിട്ടി, ചെയ്യാൻ എനിക്കൊരു മടിയുണ്ട്, ഇത് ആളുകൾ എന്നാ വിചാരിക്കും. അപ്പം ഞാൻ കമ്മിറ്റിക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രേരണയുണ്ട്, നിങ്ങളെന്ത് പറയുന്നു? അവർ പറഞ്ഞു, അച്ഛന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതല്ലേ, അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ആഴ്ച കൊണ്ട് തന്നെ 100 കുരിശുണ്ടാക്കിയിട്ട് ഓശാന ഞായറാഴ്ച കുരുത്തോല കൊടുത്തുവിട്ട കൂട്ടത്തിൽ ഈ കുരിശൂടെ വെഞ്ചരിച്ച് കൊടുത്തുവിട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഹോളി വീക്കിന് വിശുദ്ധ വാരത്തിൽ ആഴ്ചയിൽ നിങ്ങൾ എല്ലാ ദിവസവും ഈ കുരിശ് പിടിച്ച് സന്ധ്യാപ്രാർത്ഥന നടത്തുക. ഈ കുരിശ് പിടിച്ചുകൊണ്ട് എന്നിട്ട് ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾ വരുമ്പോൾ ഈ കുരിശുമായി നിങ്ങൾ എത്തുക. എന്നിട്ട് ആ കുരിശ് കൊണ്ടുവന്ന് ദേവാലയത്തിൽ ഒരു കൽക്കുരിശുണ്ട്, അതിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുക. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം എഴുതി വെച്ചോളുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രവർത്തിക്കും. അവരത് വിശ്വസിച്ചു. അവരാ കുരിശുമായിട്ട് പോയി. അപ്പോൾ അവരെ സഹോദരി സഭകളിൽപ്പെട്ട പലരും കളിയാക്കി. കാരണം ഓശാനയ്ക്ക് കുരുത്തോലയും പിടിച്ച് വരുന്നതിൻ്റെ പകരം പള്ളിക്കാരെല്ലാം കുരിശും പിടിച്ച് വരികയാണ്. നിങ്ങളുടെ വികാരിച്ചന് തലയ്ക്ക് സുഖമില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത് കൺഫേം ചെയ്യാറായിട്ടില്ല, ഇതുകൂടെ ഒന്ന് കഴിഞ്ഞിട്ടാണ് അത് ഉറപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഈ കുരിശും പിടിച്ചിട്ട് അവരെല്ലാം വീട്ടിലേക്ക് ചെന്നിട്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കയ്യിൽ ആ പള്ളിയിലെ ഇടവകക്കാർ മാത്രം എഴുതി തന്ന ഒരു കെട്ട് സാക്ഷ്യമുണ്ട്. ഒരു കെട്ട് ഞാനത് കളയാതെ വെച്ചിട്ടുണ്ട്. ഒരു കെട്ട് സാക്ഷ്യമുണ്ട്. ആ പള്ളിക്കാർ മാത്രം തന്നാണത്. ധ്യാന കേന്ദ്രങ്ങളിലോ ധ്യാനം നടത്തിയ സ്ഥലങ്ങളിലോ ടെസ്റ്റിമണികളല്ല. ഈ പള്ളിയിൽ ഞാൻ വിചാരിച്ചിരുന്ന സമയത്ത് അവരെഴുതി തന്ന ടെസ്റ്റിമണി, അവർ വീട്ടിൽ നടന്ന അത്ഭുതങ്ങൾ, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ആ വീടുകളിൽ നടക്കാൻ തുടങ്ങി. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു 13 കൊല്ലമായിട്ട് 2 ഉദാഹരണം പറയാം. 13 കൊല്ലമായിട്ട് ഒരു ചേച്ചിക്ക് ആസ്മ രോഗം. എല്ലാ ദിവസവും ആ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാ ദിവസവും ഇൻഹേലർ വെക്കാതെ ഉറങ്ങാൻ പറ്റില്ല. കർത്താവ് പരിപൂർണമായ രോഗം സുഖപ്പെടുത്തി. ഈ SUTയിൽ ഒരു സർജറി പറഞ്ഞിരുന്ന ഒരു ചേച്ചി, വയറ്റിൽ മുഴകൾ കാരണം സർജറി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഈ സഹോദരി ഈ കുരിശ് പിടിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെ മുഴകളൊന്നുമില്ല, മഴയൊന്നും കാണാനില്ല. ഇങ്ങനെ ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ, കല്യാണം നടന്നത്, മക്കളുണ്ടായത്, ജോലി കിട്ടിയത്, തടസ്സം മാറിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അന്ന് ആ കുരിശ് കൊടുത്തു വിട്ട് ആ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു അഭിഷേകം ഭയങ്കരമായി. അപ്പോൾ ഈ കുരിശ്, ഈ കുടുംബനാഥൻ, ഇന്ന് നമ്മൾ ഈ കുരിശിൻ്റെ തിരുനാളിന് പ്രതീകാത്മകമായി ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും കർത്താവിൻ്റെ കുരിശിലെ മരണത്തെയും അവിടുന്ന് ഈ ബലി അർപ്പിച്ച കുരിശിനെയും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, വണങ്ങുന്നു. ഈ ഒരു ബോധ്യത്തോടെ നിങ്ങൾ ഈ കുരിശെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ആരാധനയെ സംബന്ധിക്കുക. എന്നിട്ട് ഈ ആരാധനയുടെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ ഈ കുരിശ് പിടിച്ചുകൊണ്ട് അച്ഛൻ നമുക്കൊരു പ്രാർത്ഥന ചൊല്ലിത്തരും. ദുഃഖവെള്ളിയാഴ്ചത്തെ കുരിശിനെ വന്ദിക്കുന്ന ആ ശുശ്രൂഷയിലുള്ള സഭയുടെ ഒരു ഔദ്യോഗിക പ്രാർത്ഥനയാണത്. ഞങ്ങൾക്ക് രക്ഷ കിട്ടിയ, ഞങ്ങൾക്ക് രക്ഷ തന്ന ആ കുരിശിനെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ രാജാവേ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെ ഓർക്കണേ എന്ന് നിന്റെ കുരിശ് നിൻ്റെ അടുത്ത് കിടന്ന കള്ളനോടുകൂടെ ഞങ്ങളും പ്രാർത്ഥിക്കുക. അത് ഭയങ്കര പ്രാർത്ഥനയാണത്. അത് ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലി പാടി പ്രാർത്ഥിച്ച് 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 കുരിശിൻ്റെ ഒരു വിടുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വീതം ഒന്ന് എഴുന്നേറ്റേ. ഇനി ഒരാൾക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ എനിക്കൊന്ന് ആൾ കൂടുതലാണ്, അപ്പോൾ കുരിശ് കിട്ടിയില്ലെങ്കിൽ പ്രയാസപ്പെടുകയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ ജപമാലയുണ്ടെങ്കിൽ ആ ജപമാലയിൽ ഒരു കുരിശുണ്ടല്ലോ. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ, കർത്താവേ, ഞങ്ങൾക്ക് കുരിശ് കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ കുരിശിൽ പിടിച്ചിരിക്കുകയാണ്, ഞങ്ങൾ നിൻ്റെ കുരിശ് പിടിച്ചിരിക്കുകയാണ്. ഈ കുരിശ് നിങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോകരുത്. ഇത് ഇവിടുത്തെ കുരിശാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 100 കുരിശ് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ തരാം, അതിന് വിരോധമില്ല. ഇവിടുത്തെ കുരിശ് എടുത്തുകൊണ്ട് പോരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ആരാധന നടത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കൽ, ഞാൻ ചില കൺവെൻഷനുകൾക്കും അതുപോലെ ചില ധ്യാനങ്ങൾക്കും ഇവിടെയും നടത്തിയിട്ടുണ്ട്, 4 ദിക്കുകളിലേക്ക് തിരിഞ്ഞ്
കുരിശുകൊണ്ടുള്ള ആശീർവാദം. അത് നടത്തിയ, അതിനെക്കുറിച്ച് കിട്ടിയ ടെസ്റ്റിമണികൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇന്ന് ഈ ആരാധനയുടെ നടുവിൽ നമ്മൾ ആ 4 ദിക്കിലേക്കും തിരിഞ്ഞ് പ്രാർത്ഥിക്കും. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക. അച്ഛനും ശുശ്രൂഷകരും 4 ദിക്കിലേക്ക് തിരിഞ്ഞ് കുരിശിൻ്റെ പ്രാർത്ഥന ചൊല്ലി ദിക്കുകളെ ആശീർവദിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു 500 കിലോമീറ്റർ, 1000 കിലോമീറ്റർ ദൂരെയാണ് നിങ്ങളുടെ വീട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദിക്കിലേക്ക് അച്ഛൻ തിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇവിടെ നിന്ന് ഈ കുരിശിൻ്റെയും ഈ പരിശുദ്ധ കുർബാനയുടെയും ശക്തി 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ വീട്ടിലേക്ക് ചെല്ലട്ടെ. ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് ഈശോ. ദൂരത്തിൻ്റെ മേൽ രാജസേവകൻ്റെ ഭൃത്യൻ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ, പുത്രൻ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഈശോ വഴി വെച്ച് പറഞ്ഞു, ശരിയാവട്ടെ. അപ്പോൾ വീട്ടിലത് ശരിയായി. ആ ഈശോയാണ് ഇവിടെ എഴുന്നള്ളി വരുന്നതാണോ? അപ്പോൾ ആ ഈശോ ഇവിടെ നമ്മൾ ഇത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ വേറൊരു വിദേശ രാജ്യത്താണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അവർക്ക് സൗഖ്യം, വിടുതലുണ്ടാവും. അത് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, മുട്ടുകുത്തി നിൽക്കാം. ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളി വരുമ്പോൾ ശക്തമായി കർത്താവിനെ ആരാധിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 ശക്തിയോടെ 2 കരങ്ങൾ ഉയർത്തി അതിശക്തമായിട്ട് സ്തുതിച്ച് യേശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, കരങ്ങളടിച്ച് പാടുകയും ദൈവകുഞ്ഞാടേ ആത്മനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ഉദ്ധിതനായവനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ഉദ്ധിതനായവനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. സത്യത്തിൽ ആരാധിക്കുന്നു. എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണവും മഹത്വീകരണവും പരിത്രാണവും രക്ഷയും ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉറവിടവുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ സമയത്ത് അങ്ങ് ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. അങ്ങ് മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി കുരിശിൽ അർപ്പിച്ച സജീവമായ ബലിയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, ആ ബലിപീഠത്തെ ഞങ്ങൾ വണങ്ങുന്നു. കർത്താവേ, ആ ബലിപീഠത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവേ, പരിശുദ്ധ കുരിശിലൂടെ അങ്ങ് ഞങ്ങൾക്ക് രക്ഷ നേടിത്തന്നതിനാൽ ആ കുരിശിനെ ഞങ്ങൾ വണങ്ങുന്നു. ആ കുരിശിനെ ഞങ്ങൾ വന്ദിക്കുന്നു. ആ കുരിശിൽ അങ്ങ് നേടിത്തന്ന രക്ഷയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ പുത്ര, ഈ നിമിഷങ്ങളിൽ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ രക്ഷയെ ഏറ്റുപറയാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങ് നേടിത്തന്ന രക്ഷയെ പ്രകീർത്തിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങ് നേടിത്തന്ന വിടുതലിനെ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയെ, ഈശോയെ. കരങ്ങളടിച്ച് ഉദ്ധിതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധിതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു
ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, സത്യത്തിൽ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, സത്യത്തിൽ ആരാധിക്കുന്നു. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം, ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, 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 ആത്മാവിലും സത്യത്തിലും ആരാധന. എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാ മക്കളും എല്ലാം മറന്ന് പാടി ആടി ആരാധിച്ച് എല്ലാം മറന്ന്. സർവശക്തനായ ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം
ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനം, ഞങ്ങളുടെ ശാപങ്ങൾക്ക് വിടുതൽ, ഞങ്ങളുടെ മേലുള്ള പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ. കർത്താവേ, ഞങ്ങളുടെ സമഗ്രമായ രക്ഷ, ഞങ്ങളുടെ സാമ്പത്തിക പുരോഗതി, മക്കളുടെ സ്വഭാവ വിശുദ്ധീകരണം, കുടുംബങ്ങളിലെ സമാധാനം, ഇതെല്ലാം രക്ഷ എന്ന അങ്ങയുടെ മഹാപദ്ധതിയിൽ ഉൾപ്പെടുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ച, ബധിരർക്ക് കേൾവി, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം. കർത്താവേ, ഈ ജനത്തിന്റെ സകല ബന്ധനങ്ങളും അങ്ങയുടെ കുരിശിനാൽ അങ്ങ് ഏറ്റെടുത്തു. പാപങ്ങളെല്ലാം ഏറ്റെടുത്തു, രോഗങ്ങളെല്ലാം ഏറ്റെടുത്തു, ശാപങ്ങളെല്ലാം ഏറ്റെടുത്തു, തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഏറ്റെടുത്തു, ശിക്ഷകളും ശാപങ്ങളും ഏറ്റെടുത്തു. അബ്രഹാമിന്റെ അനുഗ്രഹം വിജാതീയരിലേക്ക് വ്യാപിക്കേണ്ടതിനാണ് അങ്ങ് ശപിക്കപ്പെട്ടവനെ പോലെ കുരിശിൽ തൂങ്ങിക്കിടന്നത്. കർത്താവേ, കുരിശെന്ന ബലിപീഠത്തിൽ അങ്ങ് ബലിവസ്തുവായി മാറിയത് ഞങ്ങളുടെ ശാപത്തിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെട്ട് ഞങ്ങൾ അനുഗ്രഹത്തിലേക്ക് മാറാനാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കും. നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. മാമോദീസ സ്വീകരിച്ച സകല മക്കളും അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിന്റെ മേൽ ശാപമില്ല. നീ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. കർത്താവേ, കുരിശിലൊഴുകിയ അനുഗ്രഹത്തിന്റെ ശക്തി കുരിശിൽ നിന്ന് ഞങ്ങളിലേക്ക് ഒഴുകട്ടെ. ഈ പരിശുദ്ധ കുമാരിയിൽ നിന്ന് ഒഴുകട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഈശോയേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ച് എല്ലാം മറന്നാടി പാടി പ്രാർത്ഥിച്ച് യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ വിളിക്കുന്ന ഈശോയേ, ഈശോയേ, ഈശോയേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് യേശു തന്റെ അടിപ്പിണരാൻ എന്റെ രോഗങ്ങളെ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാൽ സൗഖ്യത്തിൻ ശക്തി പകർന്നു. യേശു തന്റെ അടിപ്പിണരാൻ എന്റെ രോഗങ്ങളെ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാൽ സൗഖ്യത്തിൻ ശക്തി പകർന്നു. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാല് രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ ഈശോയേ,
Holy Spirit, by the authority and power given to the Holy Catholic Apostolic Church, we bind and cast out all evil spirits in the mighty name of Jesus. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ നസ്രായനായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ ജനത്തെയോ ഈ ദേശത്തെയോ കുടുംബങ്ങളെയോ ഈ കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവരെയോ ഞെരുക്കുന്ന, പീഡിപ്പിക്കുന്ന, ഉപദ്രവിക്കുന്ന, ശല്യം ചെയ്യുന്ന എല്ലാ പാപശാപ പൈശാചിക ശക്തികളെയും നസ്രായനായ യേശുവിന്റെ കുരിശിന്റെ ശക്തിയിൽ യേശുനാമത്തിൽ ബന്ധിച്ച് കുരിശിന്റെ വീട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. പാപത്തിന്റെ കെട്ടഴിയട്ടെ, രോഗത്തിന്റെ കെട്ടഴിയട്ടെ, തിന്മയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ പരിശുദ്ധ കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തത്താൽ മാറാരോഗങ്ങൾ, മാറാവ്യാധികൾ വിട്ടുപോകട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, ദാരിദ്ര്യം മാറട്ടെ, കടക്കണികൾ മാറട്ടെ, ജീവിത അഭിവൃദ്ധിപ്പെടട്ടെ, കുടുംബം ഉയരട്ടെ, മക്കൾ അഭിഷേകം പ്രാപിക്കട്ടെ, മക്കളുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, സാത്താന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശു രക്തത്താൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്താൽ, അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ശക്തിയോടെ ശക്തിയോടെ കരങ്ങളടിച്ച് വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ, ആത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോട് ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഈശോയേ. ഉച്ചത്തിൽ ശ്രദ്ധിക്കട്ടെ, ശക്തിയോടെ ശക്തിയോടെ അതിനെ തുറന്ന് ഉച്ചത്തിൽ ശ്രദ്ധിക്കട്ടെ ഈശോയേ. Hallelujah, 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 hallelujah. യേശുവേ നന്ദി 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 നന്ദി. അതിനെ തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകളടച്ച എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ശക്തിയാൽ കർത്താവേ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കണ്ണുകളടച്ച്
ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, ഭാരങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് കുരിശിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാം. കുരിശിലൂടെ വന്ന വിടുതലിൽ ആശ്രയിക്കാം. ഏറ്റവും സ്നേഹത്തോടെ അത്യുച്ചത്തിൽ നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന ശ്ലീബായേ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. രക്ഷാതന്നമാർ ശ്ലീബായെ നമിച്ചിടുന്നു. നിന്നാഗമനെ ഓർത്തിടേണം എന്നെ നാഥ. ഏവം കള്ളൻ ചൊന്ന പോലെ യാചിക്കും നേ. ഞങ്ങൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. രക്ഷാതന്നമാർ ശ്ലീബായെ നമിച്ചിടുന്നു. നിന്നാഗമനെ ഓർത്തിടേണം എന്നെ നാഥ. ഏവം കള്ളൻ ചൊന്ന പോലെ യാചിക്കും നേ. ഞങ്ങൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. രക്ഷാതന്നമാർ ശ്ലീബായെ നമിച്ചിടുന്നു. നിന്നാഗമനേവോ തീടേണം എന്നെ നാഥ. ഏവം കള്ളൻ ചൊന്ന പോലെ യാചിക്കും നേ. ഞങ്ങൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. രക്ഷാതന്നമാർ ശ്ലീബായെ നമിച്ചിടുന്നു. നിന്നാഗമനേവോ തീടേണം എന്നെ നാഥ. ഏവം കള്ളൻ ചൊന്ന പോലെ യാചിക്കും നേ. ഞങ്ങൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. രക്ഷാതന്നമാർ ശ്ലീബായെ നമിച്ചിടുന്നു. നിന്നാഗമനേവോ തീടേണം എന്നെ നാഥ.
കള്ളൻ ചൊന്ന പോലെ യാചിക്കും നേ. ഞങ്ങൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. രക്ഷാ തന്നമാർ സ്ലീബായെ നമിച്ചിടുന്നു. നിന്നാഗമനെ ഓർത്തിടേണം എന്നെ നാഥ. ഏവം കള്ളൻ ചൊന്ന പോലെ യാചിക്കും നേ. ഞങ്ങൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മിശിഹാ തമ്പുരാനേ, നീ എഴുന്നള്ളി വരുമ്പോ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. രക്ഷാ തന്നമാർ സ്ലീബായെ നമിച്ചിടുന്നു. നിന്നാഗമനെ ഓർത്തിടേണം എന്നെ നാഥ. ഏവം കള്ളൻ ചൊന്ന പോലെ യാചിക്കും. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ട് ഇരിക്കാം. കണ്ണുകൾ അടച്ച് പ്രാർത്ഥനാപൂർവം ഈശോയുടെ മുമ്പിലായിരുന്നു. ഈ സമയത്ത് പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോയുടെ കുരിശിൻ്റെ എല്ലാ ശക്തിയും അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ഒഴുകി ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ പ്രപഞ്ചത്തിൻ്റെ 4 ദിക്കുകളെയും കർത്താവിൻ്റെ പരിശുദ്ധ കുരിശിനാൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് നിങ്ങളുടെ ഭവനങ്ങൾ ഏത് ഭാഗത്താണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ കർത്താവിൻ്റെ കുരിശിൻ്റെ ആശീർവാദം നിങ്ങളുടെ കുടുംബത്തിന്, വീട് നിൽക്കുന്ന മണ്ണിന്, അന്തരീക്ഷത്തിന്, നിങ്ങളുടെ മുറികൾക്ക്, ഉപകരണങ്ങൾക്ക്, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾക്കെല്ലാം ലഭിക്കും. നിങ്ങളുടെ ഭവനം, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും വിദൂരങ്ങളിലേക്ക് ആ കുരിശിൻ്റെ ശക്തി ഈ ആരാധനാലയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങും. നമ്മൾ വിശ്വാസത്തോടെ ആ വലിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് പുരോഹിതൻ പരിശുദ്ധ കുരിശുകൊണ്ട് കർത്താവിൻ്റെ വലിയ ശക്തി നമ്മുടെ മേൽ നിറയാൻ, വലിയ കുരിശിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്ന് നിറയാൻ നമ്മളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ ഓരോ പ്രാർത്ഥനയുടെയും അവസാനം നമ്മൾ കർത്താവിൻ്റെ കുരിശിൻ്റെ ആ ബഹുമാനാർത്ഥം ശിരസ്സ് വണങ്ങി കുരിശ് വരച്ച് നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ മേൽ നിറയും. കണ്ണുകൾ അടച്ച് നമുക്ക് നിശബ്ദമായിട്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ബലഹീനന്മാരും ഭാവികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും 2 ലോകങ്ങളിലും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ മിശിഹാ തമ്പുരാനേ, പരിശുദ്ധ സ്ലീബാ ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ അടയാളവും വിജയത്തിൻ്റെ പതാകയും രക്ഷയുടെ ആയുധവും ആയിരിക്കണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളെല്ലാവരെയും അതിൻ കീഴിൽ സംരക്ഷിക്കുകയും അതിൻ്റെ ശക്തിയാൽ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകണമേ. ആമേൻ. കർത്താവേ,
അധർമ്മികൾ അങ്ങയെ സ്ലീബായിൽ തറച്ചു. അങ്ങയുടെ വിരിക്കപ്പെട്ട കൈകൾ ലോകത്തിൻ്റെ 4 ഭാഗങ്ങളെയും പിടിച്ചടക്കി. അങ്ങയെ നഗ്നനായി കണ്ടതിനാൽ ആകാശമണ്ഡലത്തിൽ സൂര്യൻ അന്ധകാരമയമായി. മധ്യാഹ്ന സമയത്ത് കൂരിരുട്ടുണ്ടായി. സ്ലീബാ മരത്തിൽ വെച്ച് അങ്ങ് ഉച്ചരിച്ച ശബ്ദത്താൽ ആകാശവും ഭൂമിയും ഭ്രമിച്ചു. മരിച്ചവരോടുകൂടെ അങ്ങ് എണ്ണപ്പെട്ടു. കബറിൽ നിന്ന് അങ്ങ് ഉയർത്തെഴുന്നേറ്റ് വീണുകിടന്ന ആദാമിനെ എഴുന്നേൽപ്പിക്കുവാൻ തിരുമനസ്സായി. നഷ്ടപ്പെട്ട സൗഭാഗ്യം അവന് അങ്ങ് തിരികെ കൊടുത്തു. രക്ഷകനും കൃപാനിധിയുമായ കർത്താവേ, അവിടുത്തെ കരുണ എത്രയോ മഹനീയമാകുന്നു. നീ എനിക്ക് രക്ഷയുടെ പരിച നൽകി. ഏദനിൽ പറുദീസായുടെ മധ്യേ ഉണ്ടായിരുന്ന ജീവവൃക്ഷം ലോകത്തിന് ജീവദായകമായി തീർന്ന സ്ലീബായെ സൂചിപ്പിക്കുന്നു. അതിനെ ബഹുമാനിക്കുന്ന ഈ ദിവസം ആകാശവും ഭൂമിയും സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അവയോട് ചേർന്ന് നമുക്കും ഉദ്ഘോഷിക്കാം. കുറിയേ ദൈവമായ കർത്താവേ, മത്സരബുദ്ധിയായ സാത്താന്റെ എല്ലാ വിനാശകരമായ തന്ത്രങ്ങളിൽ നിന്നും ദുരാഗ്രഹികളായ ദുഷ്ടന്മാരുടെ തിന്മയിൽ നിന്നും വിജയപ്രദമായ സ്ലീബായുടെ അടയാളത്താൽ ഈ സമൂഹത്തെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെട്ട സത്യയിടയനായ മിശിഹാ തമ്പുരാനേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹാ അങ്ങ് ഭൂമധ്യത്തിൽ കുരിശിക്കപ്പെട്ടപ്പോൾ ദേവാലയത്തിന്റെ തിരശീല 2 കീറി. അങ്ങയെ ക്രൂശിതനായി കണ്ടപ്പോൾ ഭൂമി കുലുങ്ങി. അതുവഴി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്തു. നിന്റെ വലത് കൈ എന്നെ സഹായിക്കുകയും നിന്റെ ശിക്ഷണം എന്നെ വളർത്തുകയും ചെയ്യട്ടെ. ഇസഹാക്കിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആട്ടിൻകുട്ടിയെ പ്രദാനം ചെയ്ത വൃക്ഷം സർവലോകത്തെയും രക്ഷിക്കുവാൻ അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ സ്ലീബായെ സൂചിപ്പിക്കുന്നു. അതിനെ ബഹുമാനിക്കുന്ന ഈ ദിവസം ആകാശവും ഭൂമിയും സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അവയോട് ചേർന്ന് നമുക്കും ഉദ്ഘോഷിക്കാം. കുറിയേ
കർത്താവേ, ബഹുമാന്യവും ജീവദായകവുമായ അങ്ങേ സ്ലീബായെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനും അങ്ങേ സ്ലീബായുടെ അടയാളത്തിന്റെ മുമ്പിൽ നിർമ്മല മനസാക്ഷിയോടുകൂടി സ്തോത്രമർപ്പിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിശ്വാസത്തോടുകൂടി അതിനെ ആഘോഷിക്കുന്ന പരിശുദ്ധ സഭയെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കണമേ. സർവലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ഗോകുൽത്തായിൽ തിരുവിഷ്ടത്താൽ കുരിശിൽ തൂക്കപ്പെട്ട അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിന്ദനമേറ്റു. മരണത്തിന്റെ വേദന നിറഞ്ഞ വിഷപ്പല്ല് അതിനാൽ അങ്ങ് പറിച്ചു കളഞ്ഞു. പാതാളത്തിൽ കിടന്നവർക്ക് കഠിന ബന്ധനത്തിൽ നിന്ന് അങ്ങ് മോചനം നൽകി. ജയഗീതങ്ങളോടും ആത്മീയ ഗാനങ്ങളോടും കൂടെ ഞങ്ങൾ അവിടുത്തെ മുമ്പാകെ വന്ദിക്കുന്നു. നിന്നാൽ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ വീഴ്ത്തും. ഇടയനായ യാക്കോബ് തഴുകി വന്നിച്ച ദണ്ഡ് സ്ലീബായെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഇടയനായ മിശിഹാ തമ്പുരാൻ മരണത്തിന് വിധേയനായി അതിനെ കൊല്ലുകയും പാതാളത്തെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. കുരിശിനെ ബഹുമാനിക്കുന്ന ഈ ദിവസം ആകാശവും ഭൂമിയും സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അവയോട് ചേർന്ന് നമുക്കും ഉദ്ഘോഷിക്കാം. കുറിയേ കർത്താവേ, അവിടുത്തെ സ്ലീബ പരിശുദ്ധ സഭയ്ക്ക് രക്ഷയുടെ ആയുധവും തോൽക്കാത്ത ഭുജവും ആയിരിക്കണമേ. അവളോട് മത്സരിക്കുന്ന എല്ലാ ആന്തരിക സൈന്യങ്ങളെയും അതിനാൽ തോൽപ്പിക്കണമേ. അതിലെ ഇടയന്മാരും ഉപദേഷ്ടാക്കളും അതിനാൽ ശ്രേഷ്ഠത പ്രാപിച്ച പരിശുദ്ധാത്മ ശക്തിയാൽ സന്തോഷിക്കുവാനിടയാകണമേ. ആചാര്യന്മാരും ശുശ്രൂഷകരും വെടിപ്പോടുകൂടി ശുശ്രൂഷ ചെയ്യുവാനും ഭരണാധിപന്മാരും സൈന്യവും ശാന്തതയിലും സമാധാനത്തിലും വർത്തിക്കുവാനും എല്ലാ വിശ്വാസികളും നന്മകളിൽ സമൃദ്ധിയുള്ളവരായി തീരുവാനും ഇടയാക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങേ പിതാവിനും അങ്ങേ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. യൂതന്മാരാൽ ഗോകുൽത്തായിൽ കുരിശിക്കപ്പെട്ട് ജീവപ്രദമായ സ്ലീബായാൽ ഞങ്ങളെ രക്ഷിച്ചവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് വലതുഭാഗത്തെ കള്ളനോടൊപ്പം ഞങ്ങളും സന്തോഷപൂർവം പറയുന്നു. ഇതിനാൽ ഞങ്ങളെല്ലാവരും നിരന്തരം അങ്ങയെ വന്ദിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിച്ചു. ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നോഹയുടെ കാലത്ത് ജീവജാലങ്ങളെ സംരക്ഷിച്ച പെട്ടകം നവജീവന്റെ സുവിശേഷം ലോകത്തിന് നൽകിയ സ്ലീബായെ സൂചിപ്പിക്കുന്നു. അതിനെ വന്ദിക്കുന്ന ഈ ദിവസം ആകാശവും ഭൂമിയും സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അവയോട് ചേർന്ന് നമുക്കും ഉദ്ഘോഷിക്കാം. കുറിയേ
മുട്ടുമേ നിൽക്കാം. ഈശോയുടെ പരിശുദ്ധ കുരിശിൽ നിന്ന് നാം സ്വീകരിച്ച വലിയ അനുഗ്രഹത്തിൻ്റെ ഒടുവിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. മുട്ടുമേ നിന്നുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായി. ദൈവസ്നേഹവും കരുണയും നമ്മുടെ മേൽ പ്രകടിപ്പിച്ചു. 2 കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഏറ്റവും സ്നേഹത്തോടെ ഹൃദയം തുറന്ന് ഉച്ചത്തിൽ നമുക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ഉച്ചത്തിൽ വിളിച്ച ഈശോയെ, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കിനി ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയുള്ളത്, അത്യാവശ്യം എല്ലാവർക്കും നമുക്ക് ഇന്നൊരു പ്രാർത്ഥന തരുന്നത് കുരിശിൻ്റെ ഒരു ആശീർവാദം തന്ന് എല്ലാവരെയും ഓരോരുത്തരെയായിട്ട് കുരിശ് നമുക്കൊന്ന് വന്നിച്ച് പോകാനുള്ള ഒരവസരമുണ്ട്. അപ്പോൾ അച്ഛൻ കുരിശ് വെച്ച് ആശീർവദിച്ച് വിടും. അപ്പോൾ ആ കുരിശിലൂടെ കർത്താവിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകും. അപ്പോൾ അതുകൊണ്ട് അച്ഛന്മാർ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കുരിശിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇന്ന് നിറയുക എന്നുള്ളതാണ് ഈ കുരിശിൻ്റെ പ്രാർത്ഥന ഉപേഴ്ചയുടെ തിരുനാളിൽ നമ്മൾ ചെയ്യുന്നത്. ഈ സമയത്ത് പരിശുദ്ധ കുരിശിൻ്റെ ശക്തി, അനുഗ്രഹം, ആശീർവാദം എല്ലാം നമ്മുടെ മേൽ നിറയുകയാണ്. വിശ്വാസത്തോടു കൂടി നമുക്ക് പാടിത്തരുന്ന പാട്ടിനോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം.